ഹായ് മക്കളെ, മായർ സാറാടാ. സോ ഇന്ന് വന്നിട്ടുള്ളതാടാ നമ്മൾ SCERTയുടെ 3 മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിലെ ആദ്യത്തെ സെറ്റ് എ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഡിസ്കഷനുമായിട്ടാണ് നമ്മളിന്ന് വന്നിട്ടുള്ളത്. മക്കളെ, കെമിസ്ട്രിയിൽ 40 മാർക്ക് ഏകദേശം 1.5 മണിക്കൂറിൻ്റെ എക്സാമാണ്. അതായത് പുതിയ പാറ്റേണിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ, അതായത് പുതിയ ടെക്സ്റ്റ് ബുക്ക്, പുതിയ പാറ്റേണ്, ആ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ആ ഫസ്റ്റത്തെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ഈ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ എന്തുകൊണ്ടാണ് ഡിസ്കഷൻ ചെയ്യാൻ കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ അതേ പാറ്റേണും ചില സമയങ്ങളിൽ, ചില വർഷങ്ങളിൽ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ള അതേ ക്വസ്റ്റ്യൻസ് റിപ്പീറ്റഡ് ആയിട്ട് മെയിൻ എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. സോ അതുകൊണ്ടാണ് മക്കളെ മെൻറ്റർ ഇന്ന് വന്നിട്ടുള്ളത് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൻ ഡിസ്കഷനുമായിട്ട്. വെറും കെമിസ്ട്രി അല്ല കേട്ടോ, ഫിസിക്സും ബയോളജിയും ഇംഗ്ലീഷും SS-ഉം പിന്നെ അതുപോലെ തന്നെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള വിഷയങ്ങളായ മാത്തമാറ്റിക്സിൻ്റെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മളൊന്ന് എന്താ ചെയ്യിപ്പിക്കുണ്ടോ. സോ എന്ത് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഈ ചാനൽ ഷെയർ ചെയ്യുക. പിന്നെ എന്ത് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടണമെങ്കിൽ ആ ബെല്ലും അമർത്തുക. റെഡിയാണോ? സോ അങ്ങനെയാണ് നമുക്ക് എന്ത് ചെയ്യുക, ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻസ് നോക്കിയേക്കല്ലോ. സോ നോക്കിക്കോ, അസേഷൻ റീസൺ എന്ന് പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ചെറിയ പ്രത്യേകത ഉണ്ട്. കാരണം +1 +2കളിലാണ് കഴിഞ്ഞ വർഷം വരെ അസേഷൻ റീസൺ എന്ന് പറഞ്ഞിട്ടുള്ള ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. അതായത് പ്രസ്താവനയും പിന്നെ അതുപോലെ തന്നെ കാരണവും തമ്മിൽ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ, ഈ ഒരു ക്വസ്റ്റ്യന് കഴിഞ്ഞ വർഷം, കഴിഞ്ഞ സിലബസ് വരെ, അതായത് 2025 വരെ നമുക്ക് എന്തായിരുന്നുടാ, ഓണത്തിന് മുന്നോടിയായിട്ട് 2025 മാർച്ച് വരെ വെറും +1 +2കളിൽ മാത്രം കാണുന്ന ആ ക്വസ്റ്റ്യന് മക്കളെ അതേ ടൈപ്പാണ് മക്കളെ നിങ്ങൾ 10ാം ക്ലാസ്സിൻ്റെ 2025 ഓണത്തിന് നിങ്ങൾ കണ്ടത്. അതേ ലെവൽ ക്വസ്റ്റ്യൻ, അതേ അസേഷൻ റീസണ് ക്രിസ്മസിന് കണ്ടിട്ടുണ്ടായിരുന്നു മക്കളെ. അപ്പോൾ അസേഷൻ റീസൺ എന്ത് ചെയ്യുന്നു, കറക്റ്റായിട്ട് എന്ത് ചെയ്യുന്നു മനസ്സിലാക്കണം. ഒരു അസേഷൻ റീസൺ നമ്മൾ കറക്റ്റാണോ ശരിയാണോ തെറ്റാണോ എങ്ങനെ മനസ്സിലാവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് വായിക്കുന്ന ഒരു കുട്ടിക്ക് മാത്രമേ അസേഷൻ റീസൺ കറക്റ്റായി എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുള്ളൂ. അത് കറക്റ്റായിട്ട് ഉത്തരം കുത്താനും കഴിയുള്ളൂ. റെഡിയാണോ? സോ നോക്കിക്കോ നമുക്ക് അസേഷൻ റീസൺ കേട്ടോ. എ ഗ്യാസ് ഹാവിങ് എ വോളിയം. മക്കളെ ഇത് ഏത് ക്വസ്റ്റ്യനാ, ഏത് ചാപ്റ്ററാണ് നിങ്ങൾക്ക് അറിയോ? ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്ത ക്വസ്റ്റ്യൻ കേട്ടോ മക്കളെ. ഗ്യാസ് ഹാവിങ് എ വോളിയം ഓഫ് 44 ലിറ്റർ. റെഡിയാണോ? എത്രടാ? 44 ലിറ്റർ ആൻഡ് 1 ATM പ്രഷർ വിൽ കംപ്രസ് ടു 11 ലിറ്റർ ആൻഡ് 4 ATM പ്രഷർ. ഒരു ATM മർദ്ദത്തിൽ 44 ലിറ്റർ വ്യാപ്തമുള്ള വാതകം 4 ATM മർദ്ദത്തിൽ 11 ലിറ്ററായി ചുരുങ്ങി. അതായത് ഒരു ATM അഥവാ ഒരു ATM പ്രഷർ കൊടുത്തപ്പോൾ അതിൻ്റെ വോളിയം 44 ആണെങ്കിൽ പിന്നീട് സംഭവിച്ചത് 4 ATM പ്രഷർ കൊടുത്തപ്പോൾ അതിൻ്റെ വോളിയം എന്തായി 11 ലിറ്ററായി മാറി. ഓക്കെ അല്ലേ? അതിൻ്റെ അർത്ഥം മക്കളെ, പ്രഷർ കൂട്ടിയപ്പോൾ, പ്രഷർ കൂട്ടി 4ആക്കി, 4ആക്കിയപ്പോൾ 1ൽ നിന്ന് 4ആക്കിയപ്പോൾ വോളിയം കുറഞ്ഞു. റെഡിയാണോ? പ്രഷർ ആദ്യം 1 ആയിരുന്നു, പ്രഷറിനെ 4ആക്കി കൂട്ടി, പ്രഷറിനെ ഇൻക്രീസ് ചെയ്തു, പ്രഷറിനെ കൂട്ടി, വോളിയം അപ്പം എന്ത് ചെയ്തടാ, കുറഞ്ഞക്കാണ് ചെയ്തിട്ടുള്ളത്. മക്കളെ ഏതായിരിക്കും കാരണം? ബോയിൽ നിയമം പ്രകാരം. കാരണം ബോയിൽ ലോയിൽ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു, അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി, അതെങ്കിൽ വിപരീത അനുപാതമാണ് ആർക്കടാ മർദ്ദം അഥവാ പ്രഷറിന്. വോളിയം ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു പ്രഷർ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ. വോളിയം കൂടിയാൽ പ്രഷർ കുറയുന്നു, പ്രഷർ കൂടിയാൽ വോളിയം കുറയുന്നു. മക്കളെ ഏത് നിയമമായിരിക്കും? ബോയിൽ നിയമമാണ്. സോ അസേഷനും റീസണും, പ്രസ്താവനയും കാരണവും മക്കളെ രണ്ടും ശരിയാണ്. കാരണം അല്ലെങ്കിൽ പ്രസ്താവന മക്കളെ ഉചിതമായിട്ടുള്ള എന്താണ് ഉത്തരമാണ്, റീസണിന്റെ ഉത്തരമാണ്, കാരണത്തിന് ഉത്തരമാണ്. സോ അങ്ങനെ മക്കളെ ഏതായിരിക്കും ഓപ്ഷൻ വരിക? ഓപ്ഷൻ എ. ബോത്ത് അസേഷൻ ആൻഡ് റീസൺ ആർ ട്രൂ ആൻഡ് ദ റീസൺ ഈസ് കറക്റ്റ് എക്സ്പ്ലനേഷൻ ഓഫ് അസേഷൻ. കാരണം മക്കളെ, കാരണം എയുടെ ശരിയായ വിശദീകരണമാണ് മക്കളെ ആർ അഥവാ കാരണം എന്ന് പറയും. അല്ലേ? പ്രഷറിൽ കൂടി
അപ്പോൾ വോളിയം കുറഞ്ഞു. അത് തന്നെയല്ലടാ ബോയ്സ് ലോ പറഞ്ഞത്. വേർഷനും വോളിയം എന്താണ്? ഇൻവേഴ്സ്ലി പ്രപ്പോർഷണൽ ആണ്. റെഡിയാണോ? സോ മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ നമ്മൾ എന്ത് ചെയ്തോടാ? ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. മക്കളെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. മക്കളെ ഏതായിരിക്കും ചാപ്റ്റർ ഇടാ? മൂന്നാമത്തെ ചാപ്റ്റർ പീരിയോഡിക് ടേബിൾ ആൻഡ് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻ ആട്ടോ. സം സ്റ്റേറ്റ്മെന്റ് ആർ ഗിവൺ ബിലോ റിഗാർഡിംഗ് ദ എലമെന്റ് വിത്ത് അറ്റോമിക് നമ്പർ 24. ഓക്കെ, സ്റ്റേറ്റ്മെന്റ് എന്താണെടാ? The configuration എത്രയാണ്? 1s2, 2s2, 2p6, 3s2, 3p6, 3d4, 4s2. നോക്കിക്കോട്ടോ. എന്താടാ? 3d4, 4s2. റെഡിയാണോ മക്കളെ? 3d4, 4s2 ആണ് ക്രോമിയത്തിന്റെ. അടക്കട്ടെ മക്കളെ. രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കിക്കോ. ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദ ഡി സബ്സെൽ. അതായത് അവസാന ഇലക്ട്രോണുകൾ പൂരണം നടക്കുന്നത് ഡി സബ്സെല്ലിലാണ്. ഓക്കെ, അവസാനം മക്കളെ എവിടെയാണ്? ഡി സബ്സെല്ലാണ്. ശരിയാണ്, രണ്ട് ശരിയാണ് കേട്ടോ മക്കളെ. മൂന്നാമത്തെ നോക്കിക്കോ. ദ എൽ വാല്യൂ ഓഫ് സബ്സെൽ വെർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ ഈസ് 1. മക്കളെ ഇവിടെ നോക്കിക്കോട്ടോ. ദ എൽ വാല്യൂ ഓഫ് ദ സബ്ഷെൽ വേർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഈസ് 1. അതായത് അവസാന ഇലക്ട്രോൺ പൂരണം നടക്കുന്ന സബ്ഷെല്ലിന്റെ എൽ വില എത്രയാണടാ? 1 ആണെന്ന് പറഞ്ഞത്. ആയിക്കോട്ടെ. ഇനി മക്കൾ നെക്സ്റ്റ് ചോദിക്കോ. സ്റ്റേറ്റ്മെന്റ് 4 ചോദിക്കോ. The subshell containing outermost electron has 5 orbital. അതായത് ബാഹ്യമ ഇലക്ട്രോൺ ഉൾപ്പെടുന്ന സബ്ഷെല്ലിൽ 5 ഓർബിറ്റലുകൾ ഉണ്ട്. അതിന്റെ അർത്ഥം മക്കളെ, ഈ സ്റ്റേറ്റ്മെന്റിന്റെ അർത്ഥം എന്താണെന്ന് ഒന്ന് ആലോചിച്ചോക്കെ. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് മക്കളെ, ക്രോമിയത്തിന്റെ അറ്റോമിക് നമ്പർ 24 ആണ്. അതിന്റെ കോൺഫിഗറേഷൻ 3d4, 4s2 ആണ് മക്കളെ വരിക. അല്ല, 3d5, 4s1 വരിക. അങ്ങനെയാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. മഹാ പൊട്ടത്തെറ്റാ. റെഡിയാണോ? ഇനി മക്കളെ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് നോക്കോ. ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ദ ഏത് സബ്ഷെല്ലടാ? ഡി സബ്ഷെല്ലാണ്. ശരിയല്ലടാ? ഇത് ഏത് ബ്ലോക്ക് ആണടാ? ഡി ബ്ലോക്ക് അല്ലേ? അപ്പൊ രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. ഇനി മൂന്നാമത്തെ നോക്കോ. ദ എൽ വാല്യൂ ഓഫ് ദ സബ്ഷെൽ വേർ ദ ലാസ്റ്റ് ഇലക്ട്രോൺ എൻറ്റേഴ്സ് ഈസ് 1. ആലോചിച്ചോക്കെ. എടാ ഡീന്റെ അല്ല, അവസാന ഡിയിലല്ലടാ എൻ്റർ ചെയ്യുന്നത്, അവസാന ഡി സബ്ഷെല്ലല്ല എൻ്റർ ചെയ്യുന്നത്. അതുകൊണ്ടല്ലേ മക്കൾ പറഞ്ഞത് ഡി ബ്ലോക്ക് ആണ് പറഞ്ഞത്. എടാ അങ്ങനെയാണ് നിങ്ങൾ മനസ്സിലാക്കുക. എടാ ഡി എന്ന് പറഞ്ഞ സബ്ഷെല്ലിന്റെ എൽ വാല്യൂ എത്രടാ? 1 ആണോ? അല്ലല്ലോ. എസിന്റെ എല്ല് 0, പിന്റെ എല്ല് 1, ഡിന്റെ എല്ല് എത്രടാ വരിക? 2 ആണ് വരിക. ഇവിടെ എന്താ കൊടുത്തിട്ടുള്ളത്? 1 ആണ്. ആ സ്റ്റേറ്റ്മെന്റ് 3 എന്താണെടാ? തെറ്റാണ്. ഈ സ്റ്റേറ്റ്മെന്റ് 4 നോക്കാം. ദ സബ്ഷെൽ കണ്ടെയ്നിങ് ഔട്ടർമോസ്റ്റ് ഇലക്ട്രോൺ ഹാസ് 5 ഓർബിറ്റൽ. മക്കളെ ഇത് ഏത് ബ്ലോക്കാടാ? ഇതേത് ബ്ലോക്കാണ്? ക്രോമിയം ഏത് ബ്ലോക്കാണ്? ഡി ബ്ലോക്കാണ്. എടാ ഡി ബ്ലോക്കിന് എത്ര ഓർബിറ്റൽ ഉണ്ടടാ? 5 ഓർബിറ്റൽ ഉണ്ട്. ഏതൊക്കെ അറിയോ? DXY, DYZ, DXZ, DX² - Y², DZ². റെഡിയാണോ? അങ്ങനെ ഡിക്ക് എത്ര ഓർബിറ്റൽ ഉണ്ടാവും? 5 ഓർബിറ്റൽ ഉണ്ടാവും. റെഡിയാണോ? അപ്പൊ ശരിയാണ്. എത്ര ഓർബിറ്റൽ ഉണ്ട്? 5 ഓർബിറ്റൽ. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 4 എന്താണ്? കറക്റ്റ് ആണ്. അപ്പൊ സ്റ്റേറ്റ്മെന്റ് 1ഉം 3ഉം എന്താണ്? തെറ്റാണ്. സ്റ്റേറ്റ്മെന്റ് 2ഉം 4ഉം എന്താണ്? ശരിയാണ്. സോ ഓപ്ഷൻ ഏതാടാ? 1ഉം 3ഉം തെറ്റാണ്, 2ഉം 4ഉം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ്. ക്ലിയർ ആണോടാ? ക്ലിയർ ആണോ? ഐഡിയ കിട്ടിയോ മക്കളെ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. വിച്ച് ഓഫ് ദ ഫോളോവിങ് ഈസ് ആൻ അസിഡിക് സാൾട്ട്? അല്ലേ, തന്നിരിക്കുന്നതിൽ ഏതാണടാ? ചുവടെ നൽകിയിരിക്കുന്നതിൽ ഏതാണടാ അസിഡിക് ലവണം അഥവാ അസിഡിക് സാൾട്ട്? റെഡിയാണോ? ആ മക്കൾ നോക്കിക്കോട്ടോ. NaCl എന്ന് പറയുന്ന സോഡിയം ക്ലോറൈഡ് ആണ് മക്കളെ. Na2CO3 സോഡിയം ബൈകാർബണേറ്റ്. മക്കൾ എന്താടാ? NH4Cl ആൻഡ് K2SO4. ഏതായിരിക്കും മക്കളെ? അസിഡിക് സാൾട്ടാ ചോദിച്ചിട്ടുള്ളത്, ന്യൂട്രൽ അല്ല. ഏതായിരിക്കും? അസിഡിക് സാൾട്ട്. എടാ അസിഡിക് ആണ് ഇവിടെ ആരും ഉണ്ടടാ? H ഉണ്ടാവണ്ടേ? സോ മക്കളെ ഏതായിരിക്കും? NH4Cl. റെഡിയാണോ? അതായിരിക്കും മക്കൾ എന്താടാ? അസിഡിക് സാൾട്ട്. അമോണിയം ക്ലോറൈഡ് എന്ന് പറയും. റെഡിയാണോ? റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. മാച്ച് ദ ഫോളോവിങ് കേട്ടോ. ചാപ്റ്റർ ഏതാണ്ടാ? മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഏത് ചാപ്റ്ററിനാ? യെസ്, 4ാം ചാപ്റ്ററിൽ നിന്നാണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളത്. സോ 4ാമത്തെ 7ാമത്തെ ചാപ്റ്ററിന്. ഓക്കെ അല്ലേ? 4ാമത്തെ ക്വസ്റ്റ്യൻ മക്കൾ ഏത് ചാപ്റ്ററിൽ നിന്നാണ് വന്നിട്ടുള്ളതാ? 6ാമത്തെ ചാപ്റ്റർ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്റർ നോക്കാം നമുക്ക്.
ഓർ പാർട്ടിക്കിൾസ് ഈസ് ഹെവിയർ ദാൻ ഇമ്പ്യൂരിറ്റി. അയിരിന് അപദ്രവ്യത്തിനേക്കാൾ സാന്ദ്രത കൂടുതലാണ്. ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ ഡെൻസിറ്റി. അയിരുകൾക്ക് അപദ്രവ്യത്തെക്കാൾ സാന്ദ്രത കുറവാണ്. മക്കളെ നെക്സ്റ്റ് എന്താണ്? മാഗ്നറ്റിക് നേച്ചർ, അതായത് അയിരിന് ഗാന്ധിക സ്വഭാവം. എടാ മാഗ്നറ്റിക് നേച്ചർ കണ്ടു കഴിഞ്ഞാൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിട്ടോ. മാഗ്നറ്റിക് നേച്ചർ കണ്ടു കഴിഞ്ഞാൽ ഇത്തരം ഉത്തരം എന്താണ്? മാഗ്നറ്റിക് സപ്ലൈ അഥവാ ഗാന്ധിക വിഭജനം. അപ്പൊ Z ആരാണ്? Q. അപ്പൊ Z Q ആയത് എത്ര ഓപ്ഷൻ ഉണ്ട്? യെസ്, ആദ്യത്തെ ഓപ്ഷൻ, രണ്ടാമത്തെ ഓപ്ഷനും അല്ലേ ലാസ്റ്റത്തെ ഓപ്ഷൻ എന്താണ്? Z Q ആണ്. ഇനി നോക്ക് ബാക്കി നോക്കിട്ടോ. ഇനി ബാക്കി ഹെവിയറും ലൈറ്ററും കൂടുതലും കുറവും. അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കിട്ടോ. എടാ അയിരുകൾക്ക് അപദ്രവ്യത്തെക്കാൾ സാന്ദ്രത കൂടുതൽ അഥവാ ഡെൻസിറ്റി കൂടുതലാണെങ്കിൽ മക്കളെ അതേതായിരിക്കൂടാ? ലീച്ചിങ് ആണോ ലെവിഗേഷൻ ആണോ വരിക? അതോ ഫ്രോത്ത് ഫ്ലോട്ടേഷനെ വരിക? ഏതായിരിക്കും മക്കളെ വരിക? ലെവിഗേഷൻ അഥവാ ഹൈഡ്രോളിക് വാഷിംഗ് ആണ്. എന്താണ്? ജലപ്രവാഹത്തിൽ കൈകൾ അല്ലെങ്കിൽ എന്താ മക്കളെ? ജല ലയിച്ചിങ് എന്ന് ലെവിഗേഷൻ എന്ന് പറയും. എന്താണ്? ലെവിഗേഷൻ അല്ലെങ്കിൽ ജലപ്രവാഹത്തിൽ കൈകൾ ഹൈഡ്രോളിക് വാഷിംഗ് എന്ന് പറയും. ഓക്കെ, അപ്പൊ ഏതായിരിക്കും മക്കളെ? 6. ഓക്കെ അല്ലേ? മനസ്സിലായോ മക്കളെ? നെക്സ്റ്റ് ചോദിക്കട്ടോ. ഓർ പാർട്ടിക്കിൾസ് ആർ ലൈറ്റർ ദാൻ ഇമ്പ്യൂരിറ്റീസ്. മക്കളെ അതേതായിരിക്കോടാ? പ്ലവന പ്രക്രിയ അഥവാ ഫ്രോത്ത് ഫ്ലോട്ടേഷൻ അല്ലേ? നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ? ബീക്കറിലേക്ക് പൈൻ ഓയിൽ പ്ലസ് വാട്ടർ ആഡ് ചെയ്യുന്നു, സ്റ്റിറർ മറ്റേ ജസ്റ്റ് ഇങ്ങനെ സ്റ്റിർ ചെയ്യുന്നു, അവ പത കിട്ടുന്നു അല്ലേ? ഫ്രോത്ത് ഫോം ചെയ്തു, പ്ലവനം ഫോം ചെയ്തു. ആ പതയിൽ മക്കളെ ആരുണ്ടാവൂടാ? ഓർ പാർട്ടിക്കിൾസ് ഉണ്ടാവും. ആ ഓർ പാർട്ടിക്കിൾസിനെ പതയിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്ത് ഫിൽട്രേറ്റ് ചെയ്തു. റെഡിയാണോ? അതുകൊണ്ട് മക്കളെ അയിരുകൾക്ക് അവിടെ സാന്ദ്രത കുറവാണ് ഇമ്പ്യൂരിറ്റീസേക്കാൾ. റെഡിയാണോ? ഓറിനെക്കാട്ടിലും. ഓറിന് സാന്ദ്രത കുറവാണ് ആരെക്കാട്ടിലും? ഇമ്പ്യൂരിറ്റീസ് അവ അവദ്രവ്യക്കാട്ടിലും. റെഡിയാണോ? അപ്പോൾ ഏത് വരടാ? ഫ്രോത്ത് ഫ്ലോട്ടേഷൻ വരും, അതായത് പ്ലവന പ്രക്രിയ എന്ന് പറയും കേട്ടോ. സോ അങ്ങനെ മക്കൾ ഓപ്ഷൻ ഏതായിരിക്കും കറക്റ്റാടാ? D ആണ് കറക്റ്റ് കേട്ടോ. റെഡിയാണോ? സോ നെക്സ്റ്റ് നോക്കിക്കോട്ടോ. 5ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ റിവേഴ്സിബിൾ റിയാക്ഷൻ ഇൻ ഇക്വിലിബ്രിയം ഈസ് ഗിവൺ 2NO plus O2 gives 2NO2 plus heat. മക്കളെ സന്തുലനാവസ്ഥയിലുള്ള ഉദയദിശ പ്രവർത്തനം നൽകിയിരിക്കുന്നു. 2NO plus O2 gives 2NO2 plus താപം. സോ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഈ രാസപ്രവർത്തനത്തിൽ നൈട്രജൻ ഡയോക്സൈഡിന്റെ അളവ് വർദ്ധിപ്പിക്കുന്നതിനും ഗാഢതയിലും മർദ്ദത്തിലും വരുത്തേണ്ട മാറ്റങ്ങൾ എന്തെങ്കിലും 2 എഴുതുക. റെഡിയാണോ? Write any 2 changes that should be in the concentration and pressure to increase the amount of nitrogen dioxide. അതായത് ഇവിടെ കോൺസെൻട്രേഷനും ചെയ്യുന്നുണ്ട്, പ്രഷറും കൂട്ടുന്നുണ്ട്. എടാ കോൺസെൻട്രേഷൻ അഥവാ പ്രഷർ, ഗാഢതയും മർദ്ദവും കൂടുന്നതനുസരിച്ച് എന്തെങ്കിലും മാറ്റം നോക്കാം. പറഞ്ഞുതരാം മക്കളെ. ഇക്വേഷൻ എന്താടാ? 2NO plus ആരുണ്ടടാ? O2 gives അല്ലേ? ഒന്നുകൂടി വൃത്തിയാക്കിയിട്ട് എഴുതാ. നോക്കിക്കോ, ഇക്വേഷൻ നോക്കിക്കോട്ടാ. ഓക്കെ, ഞാൻ ആ ക്വസ്റ്റ്യൻ മക്കളെ വേറെ ഒരു പേജിലാക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. ഓക്കെ അല്ലേടാ? സോ ആ 2NO plus O2 gives 2NO2 plus heat. റെഡിയാണോ? 2NO2 plus heat. ഓക്കെ അല്ലേ? 2NO2 പ്ലസ് എന്താണ്? ഹീറ്റ്. റെഡിയാണോ മക്കളെ? ഇവിടെ കോൺസെൻട്രേഷൻ, അതായത് ആരെ കോൺസെൻട്രേഷനാണ് പറയുന്നത്? അതിൽ നൈട്രജൻ ഡയോക്സൈഡ് ആണോ നൈട്രജൻ ഓക്സൈഡ് ആണോ? യെസ്, നൈട്രജൻ ഓക്സൈഡ് ആണ് അല്ലേ? അപ്പം നൈട്രജൻ ഡയോക്സൈഡ് കേട്ടോ. അപ്പം നൈട്രജൻ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷനും പ്രഷറും കൂട്ടട്ടോ. നോക്കിക്കോ, പറഞ്ഞുതരാം മക്കളെ. കോൺസെൻട്രേഷൻ നോക്കിക്കോട്ടോ. അപ്പം നൈട്രജൻ ഡയോക്സൈഡ് മക്കളെ അതിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ നോക്കിക്കോട്ടോ, നൈട്രജൻ ഡയോക്സൈഡ് അവിടെ ഇരിക്കുന്നത് ഉൽപ്പന്നം അഥവാ പ്രൊഡക്റ്റിൻ്റെ സൈഡിലല്ലേ? എടാ പ്രൊഡക്റ്റ് കൂടിക്കഴിഞ്ഞാൽ ആദ്യം ഇതായിരുന്ന അവസ്ഥ. ഇപ്പം മക്കളെ ഇതിൻ്റെ ഈ പാനലൊക്കെ കൈ എന്താണ്? റിയാക്റ്റൻ്റ് അഥവാ അതിൽ അരക്കുന്ന അഭികാരം നൈട്രജൻ ഓക്സൈഡും പിന്നെ ആരാ? ഓക്സിജനുമാണ്. മക്കളെ ഉൽപ്പന്നത്തിൽ മക്കളെ ആരാണ്? നൈട്രജൻ ഡയോക്സൈഡ് ആണ്. എടാ ആദ്യം പോലെ ഈക്വൽ ആയിരുന്നു കേട്ടോ. ഇപ്പം നൈട്രജൻ ഡയോക്സൈഡിൻ്റെ കോൺസെൻട്രേഷൻ കൂട്ടിക്കഴിഞ്ഞാൽ എടാ നൈട്രജൻ ഡയോക്സൈഡിന്റെ കോൺസെൻട്രേഷൻ കൂട്ടി, അപ്പോൾ നൈട്രജൻ ഡയോക്സൈഡ് കൂടി. ഇപ്പൊ ഇക്വിലിബ്രിയത്തിലാണോ? അല്ല. പിന്നെ ഇക്വിലിബ്രിയത്തിൽ അഥവാ സന്തുലനാവസ്ഥയിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കുറച്ച് പ്രൊഡക്റ്റ് അങ്ങോട്ട് കൊടുക്കണടാ. പ്രൊഡക്റ്റ് അഥവാ ഉൽപ്പന്നം എന്താണ്? കുറച്ച് അങ്ങോട്ട് കൊടുക്കണടാ. റിയാക്റ്റന്റ് അഥവാ അഭികാരങ്ങൾ കൊടുക്കുന്ന സമയത്ത് അതേത് റിയാക്ഷൻ ആയിരിക്കും? ഫോർവേഡ് ആയിരിക്കോ ബാക്ക്വേർഡ് ആയിരിക്കോ? പ്രൊഡക്റ്റിൽ നിന്ന് റിയാക്റ്റന്റിലേക്ക് പോവാണ്. എന്താണടാ? പ്രൊഡക്റ്റിൽ നിന്ന് എങ്ങോട്ട് പോവാണ്? റിയാക്റ്റന്റിലേക്ക് പോവാണ്. അപ്പൊ ഏത് റിയാക്ഷൻ ആടാ? യെസ്, ഏതായിരിക്കോടാ? ബാക്ക്വേർഡ് റിയാക്ഷൻ.
ഓക്കെ അല്ലേ? അതിൽ കൂടെ ബാക്ക്വേർഡ് റിയാക്ഷൻ വഴിയാണോ? ഞാൻ അതുപോലെ തന്നെ മക്കൾ എന്ത് ചെയ്തിടാ, പ്രഷർ കൂട്ടുക എന്ന് പറഞ്ഞു. എന്താണ് പ്രഷർ കൂട്ടി? എടാ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ എങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്ത് നോക്കിക്കോ. എടാ പ്രഷർ കൂടാ, മർദ്ദം കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ ഭാഗത്തിലേക്കായിരിക്കും ഇക്വിലിബ്രിയം ഷിഫ്റ്റ് ചെയ്യുക. റെഡിയാണോ? എന്താണെടാ പ്രഷർ കൂടുക എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സൈഡിലേക്കാണ് ഷിഫ്റ്റ് ചെയ്യുക. അതായത് ഇവിടെ നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടും? 3 കിട്ടും. ഇവിടെ നമ്പർ ഓഫ് മോൾസ് എത്ര കിട്ടും? 2 എന്ന് കിട്ടും. അപ്പോൾ പ്രഷർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക. മക്കൾ നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സൈഡിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യടാ. യെസ് അല്ലേ? ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യുക, ഇങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്യും മക്കൾ. അപ്പോൾ ഏതായിരിക്കോടാ അല്ലേ? പ്രഷർ കൂടുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കൾ അത് ഏത് റിയാക്ഷൻ ആയിരിക്കോടാ? യെസ് ഏതായിരിക്കോടാ? ഫോർവേഡ് റിയാക്ഷൻ. എന്തായിരിക്കോടാ? ഫോർവേഡ് റിയാക്ഷൻ. റെഡിയാണോ? ഇതാണ് ആ ക്വസ്റ്റ്യൻ്റെ നമ്മൾ ചെയ്യുന്ന കോൺസെപ്റ്റ്. മക്കൾ നെക്സ്റ്റ് 6ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. പ്രൊപ്പൈൻ മോളിക്യൂൾ ഈസ് അലൗഡ് ടു റിയാക്ട് ടു ഹൈഡ്രജൻ മോളിക്യൂൾ. പ്രൊപ്പൈൻ എന്ന് പറയുന്നത് എന്താണ് മക്കളെ? CH3 CH ട്രിപ്പിൾ ബോണ്ട്. ഓക്കെ ഇവിടെ വേണ്ട. ഓക്കെ C ട്രിപ്പിൾ ബോണ്ട് CH ആരുമായി റിയാക്ട് ചെയ്തോടാ? 2 മോളിക്യൂൾ ഓഫ് ഹൈഡ്രജനുമായിട്ട് റിയാക്ട് ചെയ്തു. റെഡിയാണോ? അതിൻ്റെ അർത്ഥം മക്കളെ 2H2 അല്ലേ? H2 ഒരു മോളിക്യൂളാണ് മക്കളെ. 2 മോളിക്യൂൾ വന്നതാ 2H2. റെഡിയാണോ? എടാ മക്കളെ ടോട്ടൽ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടടാ? 4 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. റെഡിയാണോ? എടാ ഈ 4 ഹൈഡ്രജനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താ കിട്ടൂടാ? 2 ഹൈഡ്രജനും 2 ഹൈഡ്രജനും കിട്ടും. റെഡിയാണോ? എടാ ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ആറ്റങ്ങൾ വേണടാ? 2 ആറ്റങ്ങൾ വേണം. എന്താടാ? ഒരു ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി നമുക്ക് എത്ര ആറ്റങ്ങൾ വേണടാ? 2 ആറ്റങ്ങൾ വേണം. അപ്പോൾ മക്കളെ ഇവിടെ ഞാൻ ഈ 2 ആറ്റം ഈ കാർബണും കൊടുത്തു, ഈ 2 ആറ്റം ഈ കാർബണും കൊടുത്തു. അപ്പോൾ ടോട്ടൽ ഇപ്പോൾ എത്ര ആറ്റങ്ങളായിടാ? 4 ആറ്റങ്ങൾ പാടായി അല്ലേ? 2 ആയിട്ടുണ്ട് അപ്പുറത്തും 2 ആയിട്ടുണ്ട് അപ്പുറത്തും. ടോട്ടൽ ഇപ്പോൾ എത്ര ആറ്റങ്ങൾ ആഡ് ചെയ്തോടാ? 4 ആറ്റങ്ങൾ. എടാ ഒരു ബോണ്ട് പൊട്ടിക്കാൻ 2 ആറ്റങ്ങളാണ്. അപ്പോൾ 4 ആറ്റങ്ങൾ ആഡ് ചെയ്ത് നമുക്ക് എത്ര ബോണ്ട് പൊട്ടിച്ചടാ? 2 ബോണ്ട് പൊട്ടിച്ചു. അപ്പോൾ ഈ ബോണ്ട് ക്യാൻസൽ, ഈ ബോണ്ട് പൊട്ടിച്ചു, ഈ ബോണ്ട് ഇനി ജസ്റ്റ് പ്രൊഡക്റ്റ് ചെയ്ത് CH3 മക്കളെ ഇതിലേക്ക് 2H കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ? CH2 മക്കളെ സിംഗിൾ ബോണ്ട്. മക്കളെ എന്ത് കിട്ടൂടാ? ഇതിലേക്ക് 2H കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടൂടാ? CH3. റെഡിയാണോ മക്കളെ? അങ്ങനെയാണ് മക്കളെ ഉത്തരം എന്താണ്? അപ്പോൾ ജസ്റ്റ് A എന്ന് എഴുതി അല്ലേ? ജസ്റ്റ് എന്താ? ഒരു പ്രൊപ്പൈൻ തന്മാത്രയെ 2 ഹൈഡ്രജൻ തന്മാത്രകളുമായി പ്രവർത്തിക്കുന്നു. അപ്പോൾ ഈ രാസപ്രവർത്തനത്തിന്റെ രാസമവാക്യം എഴുതുക. ഇതങ്ങനെ അങ്ങനെ കേട്ടോ എഴുതേണ്ടത്. ഇത് ഏത് റിയാക്ഷൻ നിങ്ങൾക്ക് അറിയോ? അഡീഷൻ റിയാക്ഷൻ കേട്ടോ. ഏത് റിയാക്ഷനാണ്? അഡീഷൻ. കാരണം ഇവിടെ ഒന്നുകൂടി കൊടുക്കണടാ, ഒന്ന് വൃത്തിയാക്കി കൊടുക്കണമെങ്കിൽ എന്താണ്? നിക്കൽ കൂടി കൊടുക്കണം കേട്ടോ. കാരണം അഡീഷൻ റിയാക്ഷൻ നടക്കുന്ന കാറ്റലിസ്റ്റ് ഏതാ? ഉൾപ്രേരകത നിക്കലാണ്. റെഡിയാണോ? നെക്സ്റ്റ് നോക്കിക്കോ. വൈ ദ IUPAC നെയിം ഓഫ് ദ പ്രൊഡക്റ്റ്. പ്രൊഡക്റ്റിന്റെ പേരെന്താണ് മക്കളെ? 1 കാർബണ് 2 കാർബണ് 3 കാർബൺ ലഭിക്കുന്ന ഉൽപ്പന്നത്തിന്റെ IUPAC നാമം എഴുതുക. റെഡിയാണോ മക്കളെ? എന്തായിരിക്കടാ? 1 കാർബൺ 2 കാർബൺ 3 കാർബൺ. അപ്പോൾ മക്കളെ ഒക്കെ സിംഗിൾ ബോണ്ട് ആയതുകൊണ്ട് ഉത്തരം എന്തായിരിക്കടാ? പ്രൊപ്പൈൻ. റെഡിയാണോ? PROPANE. റെഡിയാണോ? പ്രൊപ്പൈൻ. റെഡിയാണോ? സോ ഇനി മക്കളെ ഓർക്കോസ് നോക്കിക്കോട്ടോ. ഈഥെയ്ൻ റിയാക്ട് വിത്ത്. ഈഥെയ്ൻ എന്ന് പറഞ്ഞ മക്കൾ അതാരാണ്? സിംഗിൾ ബോണ്ട് ആണോ? ഡബിൾ ബോണ്ട് ആണോ? ട്രിപ്പിൾ ബോണ്ട് ആണോ? ഈഥെയ്ൻ എന്ന് അല്ലെങ്കിൽ AN എന്ന് പറഞ്ഞ എന്താണ്? സിംഗിൾ ബോണ്ട്. റെഡിയാണോ? അപ്പോൾ ഈഥെയ്ൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കിക്കോട്ടോ. ഞാൻ ജസ്റ്റ് ഒരു പേപ്പറിൽ വേറെ നെക്സ്റ്റ് പേജിൽ എഴുതാം കേട്ടോ. ഈഥെയ്ൻ എന്ന് പറഞ്ഞ മക്കൾ ആരാണ്? CH3 സിംഗിൾ ബോണ്ട് CH ഓക്കെ 3. ഓക്കെ ഇതാണ് മക്കളെ ഈഥെയ്ൻ എന്ന് പറയും. അപ്പോൾ ഈഥെയ്ൻ ആരുമായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത് മക്കളെ? Cl2മായിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. എന്താരുമായിട്ടാടാ? ഇതാ Cl2മായിട്ടാണ് അല്ലെ? ക്ലോറിനുമായിട്ട് ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. റെഡിയാണോ? ഇൻ പ്രസൻസ് ഓഫ് സൺലൈറ്റ്. അതായത് ഈഥെയ്ന് സൂര്യപ്രകാശത്തിന്റെ സാന്നിധ്യത്തിൽ ക്ലോറിനുമായി പ്രവർത്തിക്കുന്നു. ഈ രാസപ്രവർത്തനത്തിന്റെ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? എടാ ഇതിന് നമ്മൾ എന്ത് പറയടാ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയും. എന്താടാ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ ആദേശ രാസപ്രവർത്തനം എന്ന് പറയും. റെഡിയാണോ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ അല്ലെങ്കിൽ എന്താണ്? ആദേശ രാസപ്രവർത്തനം എന്ന് പറയും. റെഡിയാണോ? കാരണം ക്ലോറിൻ്റെ പ്രസൻസിൽ അല്ലെങ്കിൽ സൂര്യപ്രകാശത്തിന് അഥവാ സൺലൈറ്റ് പ്രസൻസിൽ പറയുന്ന റിയാക്ഷൻ ഏതാടാ? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ. റെഡിയാണോ? ലഭിക്കുന്ന ഉൽപ്പന്നത്തിൻ്റെ നാമം എഴുതുക. റെഡിയാണോ? അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ പ്രൊഡക്റ്റിൻ്റെ എന്താ ചെയ്യുക? പേര് എഴുതാൻ. റെഡിയാണോ? നമുക്ക് കാണിച്ചു തരാം കേട്ടോ. അതിൻ്റെ ഡിസ്റ്റൻസ് കാണിച്ചു തരാം. നോക്കിക്കോ മക്കളെ. ഈഥെയ്ൻ എന്താടാ? CH3 സിംഗിൾ ബോണ്ട് CH
3 ഒക്കെ ആരുമായി കൂടി ചേർന്നടാ Cl2 കൂടി ചേർന്നു. റെഡിയാണോ? ഇൻ ദ പ്രസൻസ് ഓഫ് ആരടാ സൺലൈറ്റ് അഥവാ സൂര്യപ്രകാശം. റെഡിയാണോ മക്കളെ? നമ്മൾ എങ്ങനെ പ്രൊഡക്റ്റ് ചെയ്താ അല്ലേ? ഫസ്റ്റത്തെ കാർബൺ മാറ്റം വരുത്തേണ്ട CH3 C. മക്കളിവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 1 2 3 അല്ലേ? 3 ഹൈഡ്രജൻ ഉണ്ട്. റെഡിയാണോ? മക്കളെ ഇവിടെ ആരാണ്ടാ 2 Cl ഉണ്ട് അല്ലേ? 2 Cl ഉണ്ട്. മക്കളെ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരു ഹൈഡ്രജന് പോയി പകരം ആര് വരുന്നടാ? ഒരു ക്ലോറിൻ വരുന്നു അല്ലേ? ഇവിടുന്ന് ഹൈഡ്രജൻ ഇങ്ങോട്ട് പോയിട്ട് എടുക്കുന്നു, ഈ ക്ലോറിൻ എന്ത് ചെയ്തടാ? ഇങ്ങോട്ട് പോയി. റെഡിയാണോ മക്കളെ? ഉൽപ്പന്നം നമുക്ക് എന്താ കിട്ടുക? CH3 മാറ്റല്ല, സിംഗിൾ ബോണ്ട്. മക്കളെ ഇവിടെ C ഉണ്ട്. എത്ര ഹൈഡ്രജൻ ഇടാ? 2 ഹൈഡ്രജൻ ഇട്ടോ. 1 2 അല്ലേ? ടോട്ടൽ എത്ര ഹൈഡ്രജൻ ഉണ്ട്? 2 ഹൈഡ്രജൻ ഉണ്ട്. പിന്നെ മക്കളെ എത്ര ക്ലോറിൻ ഉണ്ടാ? ഒരു ക്ലോറിൻ. CH3 CH2 Cl. ഇതിന്റെ പേര് നമ്മൾ എഴുതും 1 2. അപ്പം എന്ത് പറയും? 1 ക്ലോറോ അല്ലേ? 2 കാർബൺ നമ്മൾ എന്ത് പറയടാ? ഈഥെയ്ൻ. 1 ക്ലോറോ ഈഥെയ്ൻ. റെഡിയാണോ? ഇതാണ് മക്കളെ അതിൻ്റെ ഉത്തരം വരുന്നത്. റെഡിയാണോടാ? റെഡിയാണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കില്ല നമുക്കെന്നാ. ഓക്കേക്കോ മക്കളെ, the zinc rod is kept in a copper sulfate solution for some time. What changes? What changes is observed on the surface of zinc rod? റെഡിയാണോ? നോക്കിക്കോ. സിങ്ക് എന്ന് പറഞ്ഞ റോഡ് കോപ്പർ സൾഫേറ്റ് ലൈനിൽ മുക്കി വെച്ചിട്ടുണ്ട്. എന്തെല്ലാം മാറ്റങ്ങളാണ് ഉണ്ടാവുക? വാട്ട് ഈസ് ദ റീസൺ ഫോർ ദ ഫെയ്ഡിങ് ഓഫ് ബ്ലൂ കളർ ഓഫ് കോപ്പർ സൾഫേറ്റ്? റെഡിയാണോ? മലയാളം എടുത്തിട്ട് എൻ്റെ ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. നോക്കിക്കോ. സോ കോപ്പർ സൾഫേറ്റ് ഒരു ലായനിയിൽ സിങ്ക് ദണ്ട് അല്പസമയം ഇട്ടുവെക്കുന്നു. ആയിക്കോട്ടെ. ദ സിങ്ക് ദണ്ടിന്റെ ഉപരിതലത്തിൽ എന്ത് മാറ്റമാണ് നിരീക്ഷിക്കുന്നത്? കോപ്പർ സൾഫേറ്റ് ലായയുടെ നീല നിറം മങ്ങുന്നത് എന്തുകൊണ്ട്? കാരണം ഇതാ സിമ്പിളാണ്. നമ്മൾ പീരിയോഡിക് ടേബിൾ അല്ല, ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറഞ്ഞ ചാപ്റ്ററിന്റെ ക്വസ്റ്റ്യൻ ഡിസ്കസ് സമയത്ത് ഈ ക്വസ്റ്റ്യൻ അതേ നമ്മൾ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് മനസ്സിലാവോ? ഞാൻ പറഞ്ഞുതരാം. അതായത് നമ്മൾ അവിടെ ചെയ്തിട്ടുള്ളത് അയൺ കേട്ടോ. അവിടെ ചോദിച്ചിട്ടുള്ളത് കോപ്പറാണ് ചോദിച്ചിട്ടുള്ളത്. ഒരു കോപ്പർ സൾഫേറ്റിൻ്റെ ലൈൻ എടുത്തു, CuSO4ൻ്റെ ലൈൻ എടുത്തു, അതിലേക്ക് ആരെ കൊണ്ട് മുക്കി വെച്ചു? സിങ്കിനെ മുക്കി വെച്ചു. എടാ ഇവിടെ സൊല്യൂഷൻ്റെ അഥവാ ലൈൻ അഥവാ ഇലക്ട്രോലൈറ്റിൻ്റെ ഇലക്ട്രോലൈറ്റ് അഥവാ സൊല്യൂഷൻ്റെ റിയാക്ടിവിറ്റി ഡിപ്പ് ചെയ്യുന്ന ഇലക്ട്രോഡിനെക്കാട്ടിലും കൂടുതലാണോ കുറവാണോ? യെസ്. എന്തായിരിക്കും? കുറവാണ്. ഡിപ്പ് ചെയ്യുന്ന ഇലക്ട്രോഡ് ആരാടാ? സിങ്ക് ആണ് ഇവിടെ. റെഡിയാണോ? അപ്പോൾ സിങ്ക് എന്ന് പറഞ്ഞ ചെറുക്കൻ്റെ ഇലക്ട്രോഡിൻ്റെ റിയാക്ടിവിറ്റി വളരെ കൂടുതൽ ആരുമായിട്ട്? കോപ്പർ സൾഫേറ്റുമായിട്ട്. കോപ്പർ സൾഫേറ്റിൻ്റെ കളർ നീല നിറമാണ്. അതിലേക്ക് സിങ്ക് വെച്ച സമയത്ത് റിയാക്ടിവിറ്റി കൂടിയ സിങ്ക് വെക്കുന്ന സമയത്ത് കോപ്പറിന് എന്ത് ചെയ്യും? ഓൻ്റെ റിയാക്ടിവിറ്റി വളരെ കുറവ്. ഓനെക്കാളും റിയാക്ടിവിറ്റിയാണ് ഇല്ല ആളെ മുക്കി വെക്കുന്നത്. സ്വാഭാവിക കോപ്പറിൻ്റെ കളർ എന്ത് ചെയ്യും? മങ്ങും. അപ്പോൾ കാരണം എന്താണ്? റിയാക്ടിവിറ്റി കൂടിയ കോപ്പറിനെക്കാട്ടിലും റിയാക്ടിവിറ്റി കൂടിയ ആള് അല്ലേ ഈ കോപ്പർ സൊല്യൂഷൻ മുക്കി വെക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ട് മക്കളെ ആ കോപ്പറിന്റെ നിറം എന്ത് ചെയ്യടാ? മാറിക്കൊണ്ടിരിക്കും. ആ കോപ്പർ സൾഫേറ്റ് നീല നിറം എന്ത് ചെയ്യുന്നടാ? മാറുന്നു കേട്ടോ. റെഡിയാണോ? അപ്പൊ അതാണ് അതിന്റെ ഉത്തരം വരുന്നത്. ഓക്കെ മക്കളെ, ഇനി മക്കളെ ഏഴാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എട്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒരു ഗ്രാഫ് തന്നിട്ടുണ്ട്, വോളിയം ടെമ്പറേച്ചറിന്റെ ഗ്രാഫ് തന്നിട്ടുണ്ട്. ഓക്കെ നോക്കിക്കോ. ഒരു സ്ഥിരമർദ്ദത്തിൽ ഒരു നിശ്ചിത മാസ് വാതകത്തിന്റെ വ്യാപ്തവും താപനിലയും തമ്മിലുള്ള ബന്ധമാണ് ഈ ഗ്രാഫ് ചിത്രീകരിക്കുന്നത്. വ്യാപ്തവും താപനിലയും അല്ലെ, വോളിയവും ടെമ്പറേച്ചറും കേട്ടോ. വോളിയവും ടെമ്പറേച്ചറും തമ്മിലുള്ള ഒരു ഗ്രാഫാണ് തന്നിട്ടുള്ളത്. മക്കളെ, സ്ഥിരമർദ്ദം എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് പ്രഷർ എന്ന് പറയുന്നുണ്ട്. കോൺസ്റ്റന്റ് പ്രഷർ അഥവാ സ്ഥിരമർദ്ദത്തിലാണ് ഈ ഗ്രാഫ് ഉള്ളത്. മക്കളെ, അപ്പൊ ഇത് ഏത് ലോ ആയിരിക്കും? കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ വോളിയം ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ടെമ്പറേച്ചർ. അതായത് വാതകങ്ങളുടെ വ്യാപ്തവും താപവും തമ്മിൽ എന്താണ്? നേർ അനുപാതമായിരിക്കും. സോ അങ്ങനെയാണ് മക്കളെ ഈ ഗ്രാഫ് ഏത് വാതകവുമായി ബന്ധപ്പെട്ടിരിക്കുന്നതാണ്? വിച്ച് ഗ്യാസ് ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ഹിയർ? ഗ്യാസ് ലോ ഈസ് ഇല്ലുസ്ട്രേറ്റഡ് ഹിയർ. ഏതായിരിക്കടാ? ബോയിൽസ് ലോ. ഏതായിരിക്കടാ? ബോയിൽസ് ലോ. ഇഫ് ദ വോളിയം ഓഫ് ഗ്യാസ് ഈസ് 150 ലിറ്റർ അറ്റ് 300 കെൽവിൻ, വാട്ട് വിൽ ബി ദ ഗ്യാസ് അറ്റ് 600 കെൽവിൻ? റെഡിയാണോ മക്കളെ? ഈ ക്വസ്റ്റ്യൻ നോക്കട്ടോ. V1 നമുക്ക് എത്ര തന്നിട്ടുണ്ടെടാ? 150. ആ സമയത്ത് ടെമ്പറേച്ചർ T1 നമുക്ക് എത്ര തന്നിട്ടുണ്ടെടാ? 300. റെഡിയാണോ മക്കളെ? ഇനി V2 നമുക്ക് അറിയില്ല. പക്ഷെ T2 നമുക്ക് തന്നിട്ടുണ്ട് എത്രടാ? 600. ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതായിരിക്കടാ? പറഞ്ഞോളി. V1/T1 ഈക്വൽ ടു V2/T2. റെഡിയാണോ? V1 എത്രടാ? 150 ഡിവൈഡ് ബൈ T1 എത്രടാ? 300 ഈക്വൽ ടു V2 അറിയില്ല X. T2 എത്രടാ? 600.
എടാ 150 300 ക്യാൻസലായി. അപ്പം നമുക്ക് എന്ത് കിട്ടടാ 1/2 ഈക്വൽ ടു x/600. മക്കളെ 600 ഇങ്ങോട്ട് എടുത്തു. സോ x ഈക്വൽ ടു 600 ഡിവൈഡഡ് ബൈ 2. റെഡിയാണോ? അപ്പോൾ മക്കളെ 600/2 x എത്ര നമുക്ക് കിട്ടൂടാ 300 ലിറ്റർ. റെഡിയാണോ? അപ്പോൾ മക്കളെ V2 എത്ര കിട്ടിയടാ 300 ലിറ്റർ കിട്ടി. റെഡിയാണോ? ഞാൻ മക്കളെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓക്കെ, ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. നോക്കിക്കോ ബി ക്വസ്റ്റ്യൻ കേട്ടോ. 10th വായിക്കട്ടെ. ഓക്കെ മക്കളെ അതിൻ്റെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കോ. ദ 10 ലിറ്റർ ഓഫ് ഓക്സിജൻ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ കണ്ടെയ്ൻ എക്സ് മോളിക്യൂൾ. എടാ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ അതായത് നോക്കിക്കോ സ്ഥിര താപനിലയിലും മർദ്ദത്തിലും സ്ഥിതി ചെയ്യുന്ന 10 ലിറ്റർ ഓക്സിജൻ എക്സ് തന്മാത്ര അടങ്ങിയിരിക്കുന്നു. എടാ സ്ഥിര താപനില ആൻഡ് പ്രഷർ മർദ്ദം അല്ലേ മക്കളെ. കോൺസ്റ്റന്റ് ടെമ്പറേച്ചറും പ്രഷറും തമ്മിലുള്ള ഗ്യാസ് ഏത് ഗ്യാസ് ലോ ആയിരിക്കടാ? യെസ് ഏതായിരിക്കടാ? അവഗാഡ്രോ ലോ. എടാ അവഗാഡ്രോ നിയമം നമ്മൾ പഠിച്ചു സ്ഥിരമായിട്ടുള്ള മർദ്ദവും താപവും എന്ന് പറയുന്നത് അവിടെ. അത് തന്നെയാണ് മക്കളെ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ഏത് ലോ ആയിരിക്കും മക്കളെ? അവഗാഡ്രോ ലോ. അവഗാഡ്രോ ലോയിൽ വോളിയം കൂടി കഴിഞ്ഞാൽ നമ്പർ ഓഫ് മോൾസ് അഥവാ മോളിക്യൂൾസ് കൂടും. കാരണം നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു വോളിയം ആൻഡ് മോൾസ് ആർ ഡയറക്ട്ലി പ്രപ്പോർഷണൽ. ഏത് ലോയുടെ? അവഗാഡ്രോ ലോ അറ്റ് കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. റെഡിയാണോ? സോ അങ്ങനെയാണ് മക്കളെ ഈ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. ഇനി കിട്ടും 10 ലിറ്റർ ഓക്സിജൻ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷറിൽ വെച്ച സമയത്ത് നമുക്ക് എക്സ് മോളിക്യൂൾ കിട്ടി. ആയിക്കോട്ടെ. ഇനി മക്കളെ ഏ ക്വസ്റ്റ്യൻ നോക്കിക്കോ. 5 ലിറ്റർ ഹൈഡ്രജന് ഇതേ കണ്ടീഷൻ വെച്ച് കഴിഞ്ഞാൽ അതായത് 10 ലിറ്ററിനെ മാറ്റിയിടാം 10 ലിറ്റർ ഒരു ഇതെന്താ വെച്ച് കഴിഞ്ഞാൽ സെൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. അതാണ് ഈ ക്വസ്റ്റ്യൻ്റെ പ്രത്യേകത. ഓക്കെ നമുക്ക് ഈ സെൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ് നമ്മൾ പറയും അത് ഔട്ട് ഓഫ് സിലബസ് ആണ് ഡിലീറ്റ് ആക്കണം. അങ്ങനെയൊന്നുമില്ല, ഇതൊക്കെ പഠിച്ച സാധനം കേട്ടോ. സെൻസ് വെച്ച് ചെയ്താൽ മതി. ഇങ്ങോട്ട് നോക്കിക്കോ. എടാ 10 ലിറ്റർ ആയ സമയത്ത് അതിൻ്റെ മോളിക്യൂൾസ് എക്സ് ആണ്. 10 ലിറ്റർ ആയപ്പോൾ മോളിക്യൂൾസ് എത്രടാ? എക്സ് മോളിക്യൂൾസാ. അങ്ങനെയാണെങ്കിൽ 5 ലിറ്റർ ആവുമ്പോൾ അതിൻ്റെ മോളിക്യൂൾസ് എത്ര ആയിരിക്കും ചോദിക്കുന്നത്? സയൻസ് വെച്ചുകൊണ്ട് പറഞ്ഞാണിത്. 10 ലിറ്റർ ആവുമ്പോൾ എക്സ് മോളിക്യൂൾസ് ആണെങ്കിൽ 5 ലിറ്റർ ആവുമ്പോൾ എടാ 10ന്റെ പകുതി അല്ലടാ 5. അപ്പോൾ എക്സിൻ്റെ പകുതി അപ്പോൾ എത്ര ആയിരിക്കടാ? x/2. റെഡിയാണോ? ആ സെൻസാണ് വേണ്ടത് ഇവിടെ. റെഡിയാണോ? അതൊക്കെ സെൻസ് വെച്ചുള്ള ക്വസ്റ്റ്യൻ ആട്ടോ. അപ്പോൾ ഇതപ്പോൾ ഉത്തരം എന്തായിരിക്കടാ? x/2. റെഡിയാണോ? അപ്പോൾ 5 ലിറ്റർ ആയിട്ടതിൽ തന്മാത്ര എണ്ണം എത്ര എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 ലിറ്ററിൽ എക്സ് ആയപ്പോൾ 5 ലിറ്റർ അപ്പോൾ എന്തായിരിക്കടാ? x/2. റെഡിയാണോ? സോ നെക്സ്റ്റ് ചോദിക്കോ. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് 3x കാർബൺ? ഇതും സെൻസ് ഉള്ള ക്വസ്റ്റ്യനാ മക്കളെ. 3x അതായത് എക്സ് എന്ന് പറഞ്ഞിട്ടുള്ള മോളിക്യൂൾസിന്റെ വോളിയം എത്രയായിരുന്നു? 10 ലിറ്റർ. മനസ്സിലായോ? എക്സ് മോളിക്യൂൾ കിട്ടാനുണ്ടായ സമയത്തുള്ള വോളിയം അഥവാ വ്യാപ്തം എത്രടാ? 10 ലിറ്റർ. ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട് 10 ലിറ്റർ ആയ സമയത്ത് എന്താണ്? എക്സ് മോളിക്യൂളാ. ശരിയാണോ? മനസ്സിലായോ? എക്സ് മോളിക്യൂള് ഒന്നുകൂടി നോക്കോ. എക്സ് മോളിക്യൂൾസ് ആവാൻ വേണ്ടിയുള്ള വോളിയം എത്രടാ? 10 ലിറ്റർ. അങ്ങനെയാണെങ്കിൽ 3x മോളിക്യൂൾ ആവുമ്പോൾ അതിൻ്റെ വോളിയം എത്ര ചോദിച്ചിട്ടുള്ളത്? എക്സ് മോളിക്യൂൾ 10 ആണെങ്കിൽ 3x മോളിക്യൂൾ അപ്പോൾ എത്ര ആയിരിക്കടാ? 30 ലിറ്റർ. എന്തായിരിക്കടാ? 30 ലിറ്റർ. ഐഡിയ കിട്ടിയോ? എക്സ് മോളിക്യൂൾ കിട്ടിയ സമയത്ത് വോളിയം എത്ര? 10. വ്യാപ്തം 10. അങ്ങനെയാണെങ്കിൽ 3 മടങ്ങ് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പോൾ വോളിയം എത്രയായി കൂടടാ? 3 മടങ്ങ് കൂടൂലേ? റെഡിയാണോ? അതാണ് കോൺസെപ്റ്റ് ഇവിടെ അപ്ലൈ ചെയ്യേണ്ടത്. റെഡിയാണോ? സോ കഴിഞ്ഞു. നെക്സ്റ്റ് നോക്കിക്കോ. 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഓക്കെ 9ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. അയോണൈസേഷൻ എൻതാൽപ്പി ഓഫ് എസ് ബ്ലോക്ക് എലമെന്റ്സ് ആർ ലോവർ ദാൻ ദാറ്റ് ഓഫ് പി ബ്ലോക്ക്. ഓക്കെ മക്കളെ വാട്ട് ഈസ് അയോണൈസേഷൻ? എന്താണ് അയോണിക എൻതാൽപ്പി? റെഡിയാണോ? എടാ അയോണൈസേഷൻ എൻതാൽപ്പി പഠിച്ച് ഇറ്റ് ഈസ് ദ എമൗണ്ട് ഓഫ് എനർജി റിക്വയർഡ് ടു റിമൂവ് ആൻ ഇലക്ട്രോൺ ഫ്രം ദ ഔട്ടർ മോസ്റ്റ് ഷെൽ ഓഫ് ആൻ ഐസൊലേറ്റഡ് ഗ്യാസ് സിസ്റ്റം. അതായത് ബാഹ്യമ ഷെല്ലിലുള്ള ഇലക്ട്രോണിനെ നീക്കം ചെയ്യാൻ ആവശ്യമായുള്ള ഊർജ്ജമാണ് മക്കളെ. ഏത് ഊർജ്ജമെടാ? അയോണിക ഊർജ്ജമാണ് ഡിഫൈൻ ചെയ്യാൻ ചോദിച്ചിട്ടുള്ളത്. മക്കളെ നെക്സ്റ്റ് ചോദിക്കോ. വിച്ച് എലമെന്റ് ഇൻ ദ സെക്കൻഡ് പീരീഡ് ഹാസ് ഹൈയസ്റ്റ് അയോണൈസേഷൻ എൻതാൽപ്പി? എടാ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് പറഞ്ഞതാണ്. യെസ് ആരൊക്കെ? ഫസ്റ്റ് ആര് വരുടാ? ബെർലിയം.
ആരാണെടാ സോറി ലിഥിയം സോഡിയം അല്ലെ ലിഥിയം പിന്നെ അതിൻ്റെ മക്കൾ ആരാണ് ലിഥിയം അല്ലെ ലിഥിയം സോഡിയം പൊട്ടാസ്യം വരും പിന്നെ ബെർലിയം മെഗ്നീഷ്യം വരും അല്ലെ സെക്കൻഡ് ഗ്രൂപ്പ് ഇനി 13 ബോറോൺ കാർബൺ ഒക്കെ വരും പക്ഷെ നമ്മളോട് ഗ്രൂപ്പ് അല്ലെ നമ്മൾ എന്താണ് പീരീഡാണ് ചോദിച്ചിട്ടുള്ളത് പീരീഡാണിൽ തന്നെ ഫസ്റ്റ് ആര് വരും എടാ ലിഥിയം വരും എടാ ലിഥിയം കഴിഞ്ഞിട്ട് പിന്നെ ആരാ ബെർലിയം പിന്നെ കഴിഞ്ഞിട്ട് ആരാ ബോറോണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ആരാ കാർബണ് പിന്നെ അത് കഴിഞ്ഞിട്ട് ആരാടാ നൈട്രജന് പിന്നെ അത് കഴിഞ്ഞിട്ട് ആരാടാ ഓക്സിജന് പിന്നെ അത് കഴിഞ്ഞിട്ട് ആരാടാ ഫ്ലൂറിന് റെഡിയാണോ അപ്പൊ സെക്കൻഡ് പീരീഡ് എലമെന്റ് നിങ്ങൾ ആലോചിച്ച് നോക്കിട്ടോ സെക്കൻഡ് പീരീഡ് എലമെന്റ്സ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ അതൊക്കെ ഇവരോടാ പറയ് ഫസ്റ്റ് ലിഥിയം പിന്നെ ആരാണ് ബെർലിയം പിന്നെ ആരാണ് ബോറോണ് പിന്നെ കാർബണ് പിന്നെ നൈട്രജന് പിന്നെ ഓക്സിജന് പിന്നെ ആരാണ് ഫ്ലൂറിന് വരും സോ അങ്ങനെയാണ് മക്കളെ എടാ പീരീഡിന്റെ കേസിൽ സൈസ് എങ്ങനെയാടാ പീരീഡിന്റെ കേസിൽ കൺസെപ്റ്റ് വൃത്തിയായിട്ട് നോക്കിക്കോട്ടോ പീരീഡിന്റെ കേസിൽ ആറ്റത്തിന്റെ വലിപ്പം അഥവാ സൈസ് എങ്ങനെയാണ് ഇൻക്രീസിങ് ആണോ ഡിക്രീസിങ് ആണോ യെസ് എങ്ങനെയായിരിക്കോടാ ഡിക്രീസസ് പീരീഡിന്റെ സൈസ് ലെഫ്റ്റ് നിന്ന് തൊട്ട് റൈറ്റിലേക്ക് പോണ സമയത്ത് പീരീഡ് എങ്ങനെ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് പോണ സമയത്ത് സൈസ് എന്താടാ ഡിക്രീസസ് ആണ് എടാ സൈസ് ഡിക്രീസസ് ആണെങ്കിൽ അതിനെ നേരെ ഉൾട്ടയാണ് മക്കളെ എന്തായിരിക്കടാ അയോണൈസേഷൻ എന്താൽപ്പി എടാ സൈസ് പീരീഡില് ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഡിക്രീസസ് ആണ് മക്കൾ അതിന് നേരെ ഉൾട്ടടിക്ക് എന്താ സൈസ് പീരീഡിന്റെ കേസിൽ ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് ഡിക്രീസസ് ആവുമ്പോൾ അയോണൈസേഷൻ എന്താൽപ്പി ലെഫ്റ്റ് നിന്ന് റൈറ്റിലേക്ക് മക്കൾ എന്തായിരിക്കും ഇൻക്രീസസ് ആയിരിക്കും അപ്പൊ മക്കളെ ലെഫ്റ്റ് മക്കളെ സെക്കൻഡ് ഗ്രൂപ്പാണ് അല്ലെ അവിടുന്ന് ഇങ്ങനെ സ്റ്റാർട്ട് ഇങ്ങനെ അല്ലെ കൂടി അവസാനം 17ാമത്തെ ഗ്രൂപ്പ് അഥവാ ഹാലജൻ സമയത്ത് എന്ത് ചെയ്യൂടാ അയോണൈസേഷൻ എന്താൽപ്പി ഇൻക്രീസ് ചെയ്യും മക്കളെ അപ്പൊ മക്കളെ നോക്കിക്കോ വിച്ച് എലമെന്റ് ഇൻ ദ സെക്കൻഡ് പീരീഡ് ആസ് ഹൈയസ്റ്റ് അയോണൈസേഷൻ എന്താൽപ്പി ആർക്കായിരിക്കോടാ ഫ്ലൂറിനായിരിക്കും മനസ്സിലായോ ഈ നോബിൾ ഗ്യാസ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ നോബിൾ ഗ്യാസ് എഴുതണം കേട്ടോ നമ്മൾ നോബിൾ ഗ്യാസ് കൺസിഡർ ചെയ്യുന്നതിൽ അതുകൊണ്ടാണ് ഹാലോജൻ വരെ എഴുതിയിട്ടുള്ളൂ കേട്ടോ കാരണം നോബിൾ ഗ്യാസിൽ ഇലക്ട്രോൺ പോവില്ല കേട്ടോ അപ്പം നോബിൾ ഗ്യാസ് കൊണ്ട് ഉണ്ടെങ്കിൽ ആയിരിക്കും നേരെ ജസ്റ്റ് പോയിട്ട് ആരും ഒരു നിയോൺ വരും ഓക്കെ അല്ലേ ജസ്റ്റ് നോബിൾ ഗ്യാസ് ഇവിടെ കൺസിഡർ ചെയ്തിട്ടില്ല അതുകൊണ്ടാണ് ഞാനിവിടെ പറയുന്നത് ഹാലജനെ വെക്കാൻ കാരണം കേട്ടോ റെഡി ആണോ സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ ഇൻകംപ്ലീറ്റ് ഇക്വേഷൻ ഈസ് റിലേറ്റഡ് ടു കോൺസെൻട്രേഷൻ ഓഫ് സിങ്ക് സിങ്കിന്റെ 2 അയിരുകളുടെ സാന്ദ്രണവുമായി ബന്ധപ്പെട്ട് അപൂർണ സമവാക്യങ്ങളാണ് തന്നിരിക്കുന്നത് ഓക്കെ സിങ്ക് കാർബണേറ്റ് ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞാൽ ഡാഷ് പ്ലസ് കാർബൺ ഡൈ ഓക്സൈഡ് കിട്ടും മക്കളെ എന്തായിരിക്കും ഈ എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക് ഓക്സൈഡ് പിന്നെ മക്കളെ വീണ്ടും ZnS ഓക്സിജനുമായിട്ട് കുടിച്ച് നമ്മൾ അവിടെ എന്തും കിട്ടുക സിങ്ക് ഓക്സൈഡ് കിട്ടും അപ്പം രണ്ടിലും സിങ്ക് ഓക്സൈഡ് അത് സാധാ ഒരു ബേസ് ലെവൽ എനിക്ക് തോന്നുന്നത് കുട്ടികൾക്കൊക്കെ പെട്ടെന്ന് കിട്ടണം എന്ന് കരുതിയിട്ട് ഉണ്ടാക്കിയ ക്വസ്റ്റ്യൻ ആണ് തോന്നുന്നത് കാരണം ടെക്സ്റ്റിൽ അതേ മരിക്ക് ഇപ്പം 10 ക്വസ്റ്റ്യൻ ഡിസ്കസ് സമയത്ത് 10ലും ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് മക്കളെ ഈ 10ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ സോ അത്രയ്ക്ക് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ 10ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ കാരണം ടെക്സ്റ്റ് ബുക്കിൽ അതേ മരിക്ക് എഴുതുന്നുണ്ട് ഏത് കുട്ടിക്കും മനസ്സിലാവും നിങ്ങൾ ആലോചിച്ച് നോക്ക് സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ് ജസ്റ്റ് കത്താത്തവരൊന്ന് നോക്കിക്കോ ഇതെന്തുകൊണ്ട് ZnO അവിടെ എഴുതാൻ കാരണം കൊണ്ട് പോയിക്കോളിട്ടോ എടാ ZnCO3 എന്താ പറയുക ക്വസ്റ്റ്യനൊക്കെ ഒന്ന് ഐഡിയ വെച്ച് നോക്കി കഴിഞ്ഞാൽ ഉത്തരം കിട്ടും കേട്ടോ ZnCO3 ഒരു സിങ്ക് ഒരു കാർബണ് 3 ഓക്സിജന് മക്കളെ പ്രൊഡക്റ്റ് ഇവിടെ എത്ര കാർബൺ ഉണ്ടാ പ്രൊഡക്റ്റ് ഇവിടെ എത്ര കാർബൺ ഒരു കാർബണും 2 ഓക്സിജനും അല്ലേ ഒന്ന് ആലോചിച്ച് നോക്കി കേട്ടോ ആ ക്വസ്റ്റ്യൻ കത്തണം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം ഓക്കെ മക്കളെ നോക്കിക്കോ അതായത് ഇവിടെ ഒരു ZnCO3 നോക്കിക്കഴിഞ്ഞാൽ അവിടെ ആരൊക്കെയുണ്ടാവും ഒരു സിങ്ക് പിന്നെ ഒരു കാർബണ് പിന്നെ എത്ര ഉണ്ടാ ഒരു ഓക്സിജന് മക്കളെ CO2 എന്ന് പറഞ്ഞാൽ എന്താണ് ഒരു കാർബണും 2 ഓക്സിജനും പോയി പിന്നെ ആരുണ്ടാവുക Zഉം Oയും അപ്പോൾ എക്സ് എന്താണ് ZnO അതുകൊണ്ട് തന്നെ ഇവിടെ നിങ്ങൾ ചെയ്ത് നോക്കി എസ്സും അല്ലേ എടാ എസ് ഉണ്ടാവും പിന്നെ അതുപോലെ തന്നെ ഓറ്റും പോയി കഴിഞ്ഞാൽ ഇവിടെ SO2 ഉണ്ടാവും അപ്പം ഇവിടെ ആരും ഉണ്ടാവും ഇവിടെ Zn അല്ലേ ഇവിടെ Zn മാത്രമേ ഉള്ളൂ സിങ്ക് ഉണ്ടാവില്ല ഇവിടെ എസ്സും ഓറ്റും പോയി കഴിഞ്ഞാൽ അല്ലേ എസ്സും ഓറ്റും പോയി കഴിഞ്ഞാൽ ആരുണ്ടാവും ഇവിടെ SO2 പുറത്തേക്ക് പോകും പിന്നെ ഇവിടെ ആര് മാത്രമേ ഉള്ളൂ സിങ്ക് എന്ന് പറഞ്ഞാൽ മെറ്റൽ മാത്രമേ ഉള്ളൂ കേട്ടോ റെഡിയാണോ ഹൗ ഡസ് കാൽസിനേഷൻ ആൻഡ് റോസ്റ്റിംഗ് അല്ലേ ഒരാൾക്ക് മക്കൾ എന്താണ് ഓക്സിജൻ അഥവാ വായുവിൻ്റെ സാന്നിധ്യത്തിൽ മറ്റാൾ എന്താണ് ഓക്സിജൻ അഥവാ വായുവിൻ്റെ അസാന്നിധ്യത അഥവാ ആബ്സെൻസിലാണ് റെഡിയാണോ
നെക്സ്റ്റ് മക്കളെ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ഓക്കെ മക്കളെ 11ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. തന്നിരിക്കുന്ന സംയുക്തത്തിന്റെ ഘടന വിശകലനം ചെയ്യുക അല്ലെ. ഒരു സംയുക്തം തന്നിട്ടുണ്ട്. ഇതിലെ പ്രധാന ചെയിനിലെ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ശാഖയായി വരുന്ന ആൽക്കൈൻ ഗ്രൂപ്പിന്റെ പേരെന്ത്? റെഡിയാണോ? സോ ഇംഗ്ലീഷ് മീഡിയത്തിലെ ക്വസ്റ്റ്യൻ നോക്കിക്കോടാ. Analyze the structure of the given compound. ഒരു കോമ്പൗണ്ട് വന്നിട്ടുണ്ട്. ഹൗ മെനി നമ്പർ ഓഫ് കാർബൺ ആറ്റം ആർ ഇൻ മെയിൻ ചെയിൻ? മുഖ്യ ശാഖ അല്ലെങ്കിൽ മുഖ്യ ചെയിനിലുള്ള കാർബൺ ആറ്റങ്ങളുടെ എണ്ണം എത്ര? ഇവിടെ മുഖ്യ ചെയിൻ എന്ന് പറഞ്ഞാൽ കാർബൺ ആറ്റങ്ങളുടെ എണ്ണം കൂടുതൽ ഉണ്ടാവണം. അപ്പോൾ എണ്ണി നോക്കട്ടോ. 1 2 3 4 5. ഇനി തിരിച്ചെണ്ണ കേട്ടോ. 1 2 3 4 5 6. എടാ ഇങ്ങനെ എണ്ണ സമയത്ത് 5ഉം ഇങ്ങനെ എണ്ണ സമയത്ത് 6ഉം. അപ്പോൾ നമ്മൾ ഏതാ സെലക്ട് ചെയ്യുക? 6 സെലക്ട് ചെയ്യുക അല്ലേ. അപ്പോൾ 1 2 3 4 5 6. റെഡിയാണോ? അപ്പോൾ മക്കൾ എന്താണ്? 1 2 3 4 അല്ലേ. 4ാമത്തെ നിങ്ങൾ അയച്ചു കിട്ടോ. ഇനി കുറച്ച് അന്തമുട്ട ക്വസ്റ്റ്യൻ ആണ്. എന്നാലും നോക്കിക്കോ. 1 2 3 4. എടാ ഞാൻ ഇങ്ങനെ എണ്ണിയ സമയത്ത് ഈ ചെയിനല്ലേ സെലക്ട് ചെയ്യേണ്ടത്? ആയിക്കോട്ടെ, നമ്മൾ കൺഫേം ചെയ്തു. കാരണം ഇങ്ങനെ എണ്ണ സമയത്ത് 5 കാർബണാ, ഇങ്ങനെ എണ്ണ സമയത്ത് എത്ര കാർബണാടാ? 6 കാർബണാണ് കേട്ടോ. സോ നോക്കിക്കോ. 1 2 3 4 അല്ലെ. 4ാമത്തെ കാർബൺമയാണ് മക്കളെ ആരുള്ളതടാ? ഈ ചെങ്ങായുള്ളത് അല്ലെ. ഇങ്ങനെ സമയത്ത് ഈ തിരിച്ചെണ്ണോക്ക് 1 2 3 അല്ലെ. അപ്പൊ 3ാമത്തെ കാർബൺ വേണം ആര് വന്നത്? ബ്രാഞ്ച്. അപ്പൊ 4ആണോ 3ആണോ സെലക്ട് ചെയ്യുക? എന്ത് സെലക്ട് ചെയ്യടാ? 3 അല്ലെ. ലോവസ്റ്റ് നമ്പർ ആണ് എന്ത് ചെയ്യുന്നത്? സെലക്ട് ചെയ്യേണ്ടത്. മക്കളെ എത്ര കാർബൺ ഉണ്ടാ അല്ലെ? 6 കാർബൺ ഉണ്ട്. നെയിം ദ ബ്രാഞ്ച് ഓഫ് വാട്ട് ഈസ് നെയിം ഓഫ് ബ്രാഞ്ചിങ് ഓഫ് ആൽക്കൈൽ ഗ്രൂപ്പ്? എത്രടാ? 3ാമത്തെ കാർബൺമേ ആരുണ്ടാവടാ? ഈഥൈൽ. 3ാമത്തെ കാർബൺ ആരുണ്ടാവടാ? ഈഥൈൽ. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. 12ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. ഒബ്സർവ് ദ ഐറ്റംസ് ഇൻ ദ ഗിവൺ ബിലോ അല്ലെ. മെഗ്നീഷ്യം, കോപ്പർ, സിങ്ക്, കോപ്പർ സൾഫേറ്റ്, MgSO4, ZnSO4. റെഡിയാണോ? ഹൗ മെനി ഗാൽവാനിക് സെൽ ക്യാൻ ബി കൺസ്ട്രക്റ്റഡ് അല്ലെ. ഒന്ന് മെഗ്നീഷ്യം കോപ്പറും അല്ലെ. ആകെപ്പാട് എത്ര ഇലക്ട്രോൺ ഇടാം? 3 ഇലക്ട്രോൺ. സോ എത്ര ഗാൽവാനിക് സെൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റൂടാ? 3. മക്കളെ വിച്ച് ഗാൽവാനിക് സെൽ ഹാസ് ഹയസ്റ്റ് വാല്യൂ ഓഫ് വോൾട്ടേജ്? ഇവിടെ റിയാക്ടിവിറ്റി കൂടുതൽ ഇവിടെ ആർക്കാ നോക്കുക? റെഡിയാണോ? ആർക്ക് റിയാക്ടിവിറ്റി കൂടുതൽ? സിങ്ക് അല്ലേ. സോ സിങ്കിനാണ് മക്കളെ ഏറ്റവും കൂടുതൽ ഹൈ വോൾട്ടേജ് ഉണ്ടാവും കേട്ടോ. റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിയാക്ഷൻ ആനോഡ് ഓഫ് ദ ഹയസ്റ്റ് വോൾട്ടേജ് സെല്ല്. റെഡിയാണോ? അപ്പം ഈ സിങ്കും കോപ്പറും എടുക്കുക നിങ്ങൾ. ഈ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എങ്ങനെയാ സിങ്ക് കോപ്പർ സെല്ലെന്ന് എഴുതാം. ഈ സിങ്ക് കോപ്പർ സെല്ലിൽ മക്കളെ ആനോഡ് ആരാണ്? സിങ്ക് ആണ്. ആനോഡിൽ എന്താണ്? ഓക്സിഡേഷൻ അഥവാ ഓക്സീകരണമാണ്. സോ മക്കളെ ഇക്വേഷൻ Zn gives Zn2++ 2 ഇലക്ട്രോൺ മൈനസ്. ഓക്കെ അല്ലേ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ മക്കളെ. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. അപ്പോൾ 12 കഴിഞ്ഞു, 11 കഴിഞ്ഞു. 13ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. The sodium hydroxide is manufactured industrially by a chlor-alkali. Okay. മക്കളെ ക്വസ്റ്റ്യൻ ഐഡന്റിഫൈ ദ സബ്സ്റ്റൻസ് ഇൻ ദ അക്യൂസ് സൊല്യൂഷൻ ഓഫ് ഇലക്ട്രോലൈസ്ഡ്. ഏതായിരിക്കും സബ്സ്റ്റൻസ്? സോഡിയം ക്ലോറൈഡ്. റെഡിയാണോ? വിച്ച് സബ്സ്റ്റൻസ് അണ്ടർഗോ റിഡക്ഷൻ ഓഫ് കാഥോഡ് ഓഫ് അല്ലെ. ഏതായിരിക്കും മക്കളെ? H2O. ആരായിരിക്കും? വാട്ടർ കേട്ടോ. അതൊക്കെ നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിക്കുന്നുണ്ട്. വാട്ട് ആർ ദ പ്രൊഡക്റ്റ് ഒബ്റ്റൈൻ ഓൺ ദ അഡീഷൻ ഓഫ് സോഡിയം ഹൈഡ്രൈഡ്? ഏതായിരിക്കും മക്കളെ? ഹൈഡ്രജനും പിന്നെ അതുപോലെ തന്നെ ഏതാണ്? ക്ലോറിനും. റെഡിയാണോ? നെക്സ്റ്റ് ദ ഗ്യാസസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് SO2 ആർ kept at SGP is 112 ലിറ്റർ. വാട്ട് ഈസ് ദ വോളിയം ഓഫ് 1 മോൾ ഗ്യാസ് അറ്റ് SGP? അതായത് ഒരു മോൾ ഒരു മോളിന്റെ ഒരു മോൾ എന്ന് പറയുന്നത് എത്ര പാർട്ടിക്കിളാ? 6.022 into 10⁻⁻23 പാർട്ടിക്കിൾസ് ആണ്. സോ അങ്ങനെയാണ് മക്കളെ ഒരു മോള് അത്രയും പാർട്ടിക്കിൾസ് ആണ് മക്കളെ. ഒരു മോൾ എത്ര വോളിയം ആയിരിക്കും നമ്മൾ പഠിച്ചിട്ടുണ്ട്? ഒരു മോൾ ഈക്വൽ ടു 22.4 ലിറ്റർ ആണ്. എന്തായിരിക്കും? 22.4 ലിറ്റർ. കഴിഞ്ഞു. വാട്ട് ഈസ് ദ മാസ് ഓഫ് 112 ലിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്? 112 ലിറ്റർ കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞു ഞാൻ 112 ലിറ്ററിൽ എത്ര മോൾ ഉണ്ടാവും? നിങ്ങൾ കൺഫ്യൂഷൻ അടിച്ചാൽ നിൽക്കണ്ട. ചില ആൾക്കാർ നമ്പർ ഓഫ് മോൾ ഈക്വൽ ടു ഗിവൺ വോളിയം ഡിവൈഡ് ബൈ 112 ഡിവൈഡ് ബൈ 22.4 ചെയ്തിട്ട് നമ്പർ ഓഫ് മോൾസ് കണ്ടു. മക്കൾ നിങ്ങൾ കണ്ടെത്താൻ ഞാനൊരു ട്രിക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ഗ്യാസ് ലോസ് ആൻഡ് മോൾ കോൺസെപ്റ്റ് അതിലൊരു ട്രിക്ക് ഞാൻ പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസും വോളിയം തമ്മിൽ ട്രിക്കി കോൺസെപ്റ്റ് എന്ന് പറഞ്ഞിട്ട് അവസാനം എന്ത് ചെയ്യും? അവസാനം അത് പഠിച്ച മക്കളാണ് ഈ മക്കൾ പറഞ്ഞോളി. 112 ലിറ്റർ മക്കൾ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടാവും? 5. നമ്പർ ഓഫ് മോൾസ് എത്രടാ? 5. അപ്പൊ നമ്പർ ഓഫ് മോൾസ് 5 വരുന്നതിന്റെ മാസ് എത്ര? കാർബൺ നോക്കാം. നമ്പർ ഓഫ് മോൾസ് കാണാൻ വേണ്ടി ഇക്വേഷൻ എന്താ? ഗിവൺ മാസ് അല്ലെ. ഗിവൺ മാസ് ഡിവൈഡഡ് ബൈ മോളിക്കുലാർ മാസ്. നമ്പർ ഓഫ് മോൾസ് ഇവിടെ എത്രടാ? 5. എങ്ങനെ കിട്ടി? 112 ലിറ്ററിന് നമ്പർ ഓഫ് മോൾസ് എത്രടാ? 5. പഠിച്ചു വെച്ചിട്ടുണ്ട് നമ്മള്. 112 ലിറ്ററിന് നമ്പർ ഓഫ് മോൾസ് എത്രടാ? 5. 88.4 ലിറ്ററിന് നമ്പർ ഓഫ് മോൾസ് എത്രടാ? 4. 67.2 എത്രടാ? 3. 44.8
ലിറ്റർ നമ്പർ ഓഫ് മോൾസ് എത്രടാ 2. 22.4 ലിറ്റർ നമ്പർ ഓഫ് മോൾസ് എത്രടാ 1. 11.2 ലിറ്റർ നമ്പർ ഓഫ് മോൾസ് എത്രടാ അര. നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ബോക്സിൽ നമ്മൾ ട്രിക്കി കോൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ 112 ആവും മക്കളെ 5. അപ്പൊ ഗിവൺ മാസ് നമുക്കറിയാം, അത് കണ്ടെത്തേണ്ടത് കേട്ടോ. ഡിവൈഡ് ബൈ മോളാർ മാസ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് എത്രടാ 44. റെഡിയാണോ? സോ 44 ഇൻറ്റു 5 ഈക്വൽ ടു എന്താണ് എക്സ്. റെഡിയാണോ? സോ 44 ഇൻറ്റു 5 റെഡിയാണോ? 20 2 220 അല്ലേ. സോ നമുക്ക് എത്ര കിട്ടൂടാ 220 ഗ്രാം. എക്സ് എത്ര നമുക്ക് എത്ര കിട്ടും 220 ഗ്രാം കിട്ടും. റെഡിയാണോ? ഹൗ മെനി മോളിക്യൂൾസ് ആർ പ്രസന്റ് ഇൻ SO2? എടാ മോളിക്യൂൾസ് കാണാൻ വേണ്ടി എന്താണ് തന്മാത്ര എണ്ണം കണ്ടെത്താൻ വേണ്ടി എന്താണ് കിട്ടിയ മോൾ ഇൻറ്റു അവഗാഡ്രോ നമ്പർ. എടാ കിട്ടിയ മോൾ എത്രടാ 5. സോ 5 ഇൻറ്റു 6.02 2 ഇൻറ്റു 10⁻23 എന്ന് കിട്ടും. റെഡിയാണോടാ? റെഡിയാണോ? കൺഫ്യൂഷൻ ഉണ്ടോ? ഐഡിയ കിട്ടിയോ? സോ അങ്ങനെ മക്കളെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. റെഡിയാണോ? അപ്പോൾ ഞാൻ ഇതും വായിക്കട്ടെ. ഓക്കെ അല്ലേടാ? അതൊന്നും വായിക്കാം കേട്ടോ. അപ്പോൾ ഇതിനെന്ത് ചെയ്യുക, നിങ്ങൾ എന്ത് ചെയ്യുക, കംപ്ലീറ്റ് ആയിട്ട് നോക്കി വെച്ചോളിട്ടോ. ഓക്കെ മക്കളെ, ബി ക്വസ്റ്റ്യൻ നോക്കോ. 14ാമത്തെ ബി ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. മക്കളെ, കെമിക്കൽ റിയാക്ഷൻ ഈസ് ടേക്കിംഗ് പ്ലേസ് അറ്റ് SgP. CH4 + O2 gives CO2 + 2H2O. റെഡിയാണോ? അതായത് SgP നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട് അല്ലേ. ജസ്റ്റ് SgPയിൽ നടക്കുന്ന ഒരു രാസപ്രവർത്തനം ഇവിടെ നൽകിയിരുന്നു അല്ലേ. CH4 + 2O2 gives CO2 + 2H2O. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? ഹൗ മെനി മോൾസ് ഓഫ് മീഥൈൻസ് ആർ ഈക്വൽ ടു 10 മോൾസ് ഓഫ്. ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ക്വസ്റ്റ്യൻ കേട്ടോ മക്കളെ. നിങ്ങളെ പ്രീ മോഡൽ ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ചെയ്തോട്ടത്. CH4 + 2O2 gives CO2 + 2H2O. റെഡിയാണോ? എടാ CH4 നമ്പറോ എടാ നമ്മൾ ഒരു നമ്പർ ഓഫ് മോൾസ് എങ്ങനെയാ നോക്കറിയോ? ഈ സീൻ്റെ സൈഡിലെ നമ്പറാണ് അതിൻ്റെ നമ്പർ ഓഫ് മോൾസ്. എന്താണ്? ഈ കോമ്പൗണ്ടിന്റെ സൈഡിലുള്ള നമ്പറാണ് നമ്പർ ഓഫ് മോൾസ്. ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് എത്ര 1. റെഡിയാണോ? ഇതിന്റെ നമ്പർ ഓഫ് മോൾസ് എത്ര 2. ഈ CO നമ്പർ ഓഫ് മോൾസ് 1. എടാ H2 നമ്പർ ഓഫ് മോൾസ് എത്ര 2. ഓക്കെ, ഞങ്ങളുടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചത്? ഹൗ മെനി മോൾസ് ഓഫ് മീഥേൻ. ടോട്ടലി ഇവിടെ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ട്? ടോട്ടലി ശരിക്കും റിയാക്ഷൻ പ്രകാരം റിയാക്ഷൻ പ്രകാരം മീഥേൻ നമ്പർ ഓഫ് മോൾസ് എത്ര 1. മക്കളെ ഓക്സിജൻ എത്രടാ 2. അങ്ങനെയാണ് മക്കളെ എത്ര മോൾസ് ഓഫ് മീഥേൻ ആണ് നമുക്കറിയില്ല എക്സ് ടു റിയാക്ട് വിത്ത് 10 മോൾ ഓഫ് ഓക്സിജൻ എത്ര മക്കളെ 10 മോൾ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. ഓക്കെ, ഇതെങ്ങനെ ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 10 × 1 ചെയ്യുക 2 × x. സോ 10 × 1 എത്ര 10, ദാറ്റ് ഈസ് ഈക്വൽ ടു 2x. സോ x ഈക്വൽ ടു 10/2 എത്ര കിട്ടൂടാ 5. ഐഡിയ കിട്ടിയോ? ആദ്യം നിങ്ങൾ ക്വസ്റ്റ്യൻ പേപ്പറിലുള്ള മോൾസ് ഒക്കെ എഴുതുക. ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ കംപ്ലീറ്റ് മോൾസ് ചെയ്ത സൈഡിലെ നമ്പറാണ് മോൾസ്. ഇത് നമ്പർ ഓഫ് മോൾസ് 1, ഇത് നമ്പർ ഓഫ് മോൾസ് 2, നമ്പർ ഓഫ് മോൾസ് 1, ഇത് നമ്പർ ഓഫ് മോൾസ് 2. എഴുതി കഴിഞ്ഞിട്ട് നിങ്ങൾ എന്ത് നോക്കുക ആയിക്കോട്ടെ. ഇത് നമ്പർ ഓഫ് മോൾസ് 1 ആണ് അല്ലേ. ഇനി മക്കളെ ആരൊക്കെ നമുക്ക് കണ്ടെത്തേണ്ടത്? മീഥൈനും ഓക്സിജനാണ് നമുക്ക് ആവശ്യമുള്ളത്. മീഥൈനും ഓക്സിജനുമാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ മീഥൈൻ എത്രടാ 1, ഓക്സിജൻ എത്രടാ 2. റെഡിയാണോ? അപ്പോൾ മീഥൈന് ശരിക്കും ഇക്വേഷൻ പ്രകാരം മീഥൈൻ 1, ഓക്സിജൻ 2. പക്ഷേ ക്വസ്റ്റ്യൻ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്? എത്ര മോള് മീഥൈനാണ് എന്തിനുമായിട്ട് 10 മോള് ഓക്സിജൻ റിയാക്ട് ചെയ്യാനായിട്ട്. സോ അപ്പം എക്സ് അറിയില്ല, എത്ര മോള് മീഥൈൻ അറിയില്ല, പക്ഷെ 10 മോൾ ഓക്സിജൻ റിയാക്ട് ചെയ്തു അറിയും. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എന്ത് ചെയ്തു അല്ലേ, ഇതിനങ്ങോട്ട് ക്രോസ് ചെയ്ത് ഇങ്ങോട്ട് ക്രോസ് ചെയ്തു. 10x = 2x, x = 10/2 x എത്ര 5 മോൾ. അപ്പോൾ മക്കളെ ഉത്തരം എത്ര കിട്ടും? അത് 5 മോൾ. ഓക്കെ ആണോ? 5 മോൾ. മക്കളെ ഫൈൻഡ് ദ മാസ് ആൻഡ് വോളിയം ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ഇഫ് 64 ഗ്രാം ഈസ് കംപ്ലീറ്റ്ലി ബേൺഡ്. ഞാൻ പറഞ്ഞുതരാം ആ ക്വസ്റ്റ്യൻ എങ്ങനെ ചെയ്യുന്ന അപ്രോച്ച് എൻ്റെ രീതിയിൽ പറഞ്ഞുതരാം. ഇത് മനസ്സിലായോ മക്കളെ? ഓക്കെ, ഇതേ മരിക്ക് നിങ്ങൾ ഇക്വേഷൻ ചെയ്തോ. ഇതേ മരിക്ക് ഇക്വേഷൻ ചെയ്താ CH4 + 2O2 gives CO2 + 2H2O. റെഡിയാണോ? ഇനി മക്കളെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിൽക്കുന്ന ആരൊക്കെ റിലേഷൻ കണ്ടത്? കാർബൺ ഡൈ ഓക്സൈഡും മീഥൈനും. മക്കളെ നിങ്ങൾ ആലോചിച്ച് നോക്കിട്ടോ, ഇവിടെ മീഥൈൻ എത്രടാ 16 ഗ്രാമാണ്. ഒരു കാർബൺ 4 ഹൈഡ്രജൻ. അതിൻ്റെ മാസം എത്ര? ഒരു കാർബണിൻ്റെ മാസം 12, ഒരു ഹൈഡ്രജൻ്റെ 1, 4 ഹൈഡ്രജൻ 1 × 4, അപ്പോൾ 16 ഗ്രാം. റെഡിയാണോ മക്കളെ? നെക്സ്റ്റ് നമുക്ക് എന്താ ഉള്ളത്? കാർബൺ ഡൈ ഓക്സൈഡും അല്ലെ. കാർബൺ ഡൈ ഓക്സൈഡ് മക്കളെ ഇവിടുത്തെ കാർബൺ ഡൈ ഓക്സൈഡ് എത്ര? 44 അല്ലേ. ഒരു കാർബൺ 12,
ഒരു കാർബണിൻ്റെ മാസം എത്ര 12. സോ ഓക്സിജൻ്റെ മാസ് 16 ഇഞ്ചുണ്ട്. ടോട്ടൽ നമുക്ക് അതിൻ്റെ മാസം എത്ര കൂടെ 44 ഗ്രാം ആയിക്കോട്ടെ. മക്കളെ കാൽക്കുലേറ്റ് മാസ് ആൻഡ് വോളിയം എന്താടാ 64 ഗ്രാം മീഥേൻ. അപ്പോൾ മീഥേൻ ഇവിടെ എത്ര ഉണ്ടടാ 64 ഗ്രാം ഉണ്ട്. 64 മീഥേന് റിയാക്ട് ചെയ്യാനായിട്ട് എത്ര കാർബൺ ഡൈ ഓക്സൈഡ് ആണോ അറിയില്ല, എക്സ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക, അത് ക്രോസ് ചെയ്യുക. 16x = 44 × 64. റെഡി ആണോ? ജസ്റ്റ് ചെയ്ത് നോക്കാം കേട്ടോടാ, ഞാൻ ജസ്റ്റ് ചെയ്ത് നോക്കട്ടെ. സോ 44 × 64 എത്ര വരും? ഏകദേശം 44 × 64 ഏകദേശം നമുക്ക് 2816 കിട്ടും. =16x. ഓക്കെ അല്ലേ? സോ x = 2816 ഡിവൈഡ് ബൈ വീണ്ടും 16. അപ്പം നമുക്ക് എത്ര കിട്ടും? ഡിവൈഡ് ബൈ 16. അപ്പം നമുക്ക് 176 കിട്ടും. സോ 176 ഗ്രാം ആയിരിക്കും മക്കൾ എന്താടാ എക്സ് ഉണ്ടാവുക. റെഡി ആണോ? എക്സ് എത്ര ഉണ്ടാവുക? 176 ഗ്രാം. എങ്ങനെ ചെയ്തത് നമ്മൾ? 16 ഗ്രാം 44 ഗ്രാമുമായിട്ട് ചെയ്തു അല്ലേ? ഇതിൻ്റെ മാസ് 16 ഗ്രാം, ഇതിൻ്റെ മാസ് 44 ഗ്രാം. അങ്ങനെയാണ് 64 ഗ്രാം ആവുന്ന സമയത്ത് കാർബൺ ഡൈ ഓക്സൈഡ് എത്രയായിരിക്കും? നമ്മൾ എന്താ ചെയ്തത്? ഈ 16 എക്സുമായി ട്രീറ്റ് ചെയ്തു, 64 44മായി ഗുണിച്ചു. അപ്പോൾ 44 × 64 എത്രയുടെ 2816 കിട്ടും, =16x. ഓക്കെ. അപ്പം മക്കളെ എക്സ് = ഇത് ഇൻറ്റു ആണ്, അപ്പുറം ഡിവൈഡ് 2816 = 176 ഗ്രാം. അപ്പം നമുക്ക് എന്ത് കിട്ടിയടാ? കാർബൺ ഡൈ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ എക്സിൻ്റെ മാസം. അപ്പം 64 ഗ്രാം മീഥേന് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മക്കളെ എത്ര കാർബൺ ഡൈ ഓക്സൈഡ് വേണടാ? 176 ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് വേണം. റെഡി ആണോ? അതാണ് ഇതിൻ്റെ മാസ് ചോദിച്ചിട്ടുള്ളത്. ഇനി വോളിയം നോക്കിക്കോട്ടോ, വോളിയം പറഞ്ഞുതരാം. ഓക്കെ, വോളിയം ചെയ്യാൻ വേണ്ടി ഇനി മക്കളെ നമ്മോട് ചോദിച്ചിട്ടുണ്ട് ഫൈൻഡ് മാസ് നമ്മൾ കണ്ടെത്തിപ്പം ഇനി വോളിയം കണ്ടെത്തണം. നോക്കിക്കോ, പറഞ്ഞുതരാം. വോളിയം കണ്ടെത്താനൊക്കെ സിമ്പിളാണ് കേട്ടോ, പറഞ്ഞുതരാം. നോക്കിക്കോ മക്കളെ, ഇതിൻ്റെ നമ്പർ ഓഫ് മോൾസ് എടുക്കത്തിന് നമ്പർ ഓഫ് മോൾസ് 1. നമുക്ക് മീഥേനും കാർബൺ ഡൈ ഓക്സൈഡ് കണ്ടത്. അപ്പോൾ ഇവിടുന്ന് നമ്പർ ഓഫ് മോൾസ് 1, കാർബൺ ഡൈ ഓക്സൈഡ് നമ്പർ ഓഫ് മോൾസ് എത്ര? 1. സോ അങ്ങനെയാണ് ഈ മക്കളെ ഇനി നോക്കിക്കേണ്ടത്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിട്ടുണ്ട് മാസും വോളിയം, കാർബൺ ഡൈ ഓക്സൈഡിൻ്റെ വോളിയം മാസും കണ്ടെത്തണം. റെഡിയാണോ? അപ്പോൾ നമുക്കിവിടെ മാസ് കണ്ടെത്തി 176 കിട്ടി, കാർബൺ ഡൈ ഓക്സൈഡ് മാസ് കിട്ടി. ഇനി മക്കളെ നമ്പർ ഓഫ് മോൾസ് ഇവിടെ CH4 എത്ര? 1 ആണ്, കാർബൺ ഡൈ ഓക്സൈഡ് 1 ആണ്. സോ അങ്ങനെയാണ് നിങ്ങൾ നോക്കിക്കോളൂ കേട്ടോ. ഇവിടെ ക്വസ്റ്റ്യൻ പേപ്പർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹൗ മെനി മോൾസ് ഓഫ് മീഥേൻ ആർ റിക്വയർഡ് ടു റിയാക്ട് 10 മോൾ ഓക്സിജൻ. ഇങ്ങനെ 10 മോൾ വന്നിട്ടുണ്ടായിരുന്നു നമുക്ക് നേരെ. മനസ്സിലായോ? എന്താണെന്നുണ്ടായിരുന്നു 10 മോള്. സോ ഇവിടെ 1 മോള് മീഥേൻ ആണെങ്കിൽ മക്കളെ 1 മോള് അപ്പം അതിൻ്റെ അർത്ഥം എന്താ വെച്ച് കഴിഞ്ഞാൽ കാർബൺ ഡൈ ഓക്സൈഡും മീഥേൻ എത്ര തന്നെ മക്കളെ? രണ്ടും ഓരോ മോളാണ്. മനസ്സിലായോ? രണ്ടും എത്ര മക്കളെ? ഓരോ മോള്. എങ്ങനെ മനസ്സിലാക്കിയാൽ പറഞ്ഞുതരാം. നിങ്ങൾ ഇവിടെ മക്കളെ നമ്മൾ 64 ഗ്രാം പറഞ്ഞിട്ടില്ലായിരുന്നോ? എടാ മീഥേൻ നിങ്ങൾ പറഞ്ഞു 64 ഗ്രാമാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. മക്കൾ ഇതിൻ്റെ ടോട്ടൽ എത്രടാ? 16 ഗ്രാം അല്ലേ? ശരിക്കും ഇതിൻ്റെ മാസ് കണ്ടെത്തിയപ്പം 16 ഗ്രാം. പക്ഷേ ക്വസ്റ്റ്യൻ പേപ്പർ നമ്മൾക്ക് തന്നിട്ടുണ്ടായിരുന്നു 64 ഗ്രാം മീഥേന്. സോ 64 ഡിവൈഡഡ് ബൈ 16. റെഡിയാണോ? 64 ഡിവൈഡ് ബൈ 16 നമുക്ക് ഏകദേശം എത്ര കിട്ടും? 6 × 16 × 4 2 64 അല്ലേ? അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4 കിട്ടും കേട്ടോ. എത്ര കിട്ടും? 4 മോള്. എടാ 1 മോള് റിയാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് 22.4 ലിറ്റർ ആണെങ്കിൽ 4 മോള് റിയാക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താ 22.4 × 4. അപ്പം നമുക്ക് എത്ര കിട്ടും? 88 സംതിങ് എത്ര കിട്ടും? അത്രയും ലിറ്റർ ആയിരിക്കും ഇത് മീഥേൻ്റെ വോളിയം കേട്ടോ. റെഡിയാണോ? അതാണ് ഈ ഒരു ക്വസ്റ്റ്യന് കുറച്ച് ലെവൽ കൂടിയ കോൺസെപ്റ്റാണ്. അപ്പോൾ എന്ത് ചെയ്യുക? ഞങ്ങൾ ചെയ്ത് തന്നെ പഠിച്ചോ, കാര്യം നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് അത് ചെയ്ത് പഠിച്ച. ഓക്കെ. സോ നോക്കിക്കോ മക്കളെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. 15ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. എഥനോൾ ഈസ് പ്രിപ്പയർഡ് ബൈ ഫെർമെന്റിംഗ് ദ ഡൈലൂട്ട് molasses with yeast. The enzyme invertase and is converted into sugar solution into glucose and fructose. Then the another enzyme is called zymus which convert glucose and fructose. മലയാളത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോ. അതായത് നോക്കിക്കോ, മൊളാസ് നേർപ്പിച്ച ശേഷം ഈസ്റ്റ് ചേർത്ത് ഫെർമെൻറ്റേഷൻ നടത്തിയാണ് എത്തനോൾ നിർമ്മിക്കുന്നത്. ആയിക്കോട്ടെ. ഈസ്റ്റിലുള്ള എൻസൈമായ ഇൻവെർട്ടേസ്, 2 എൻസൈം പഠിച്ചിട്ടുണ്ട്, ഇൻവെർട്ടേസും സൈമൈസും. അപ്പം മക്കളെ എൻസൈം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇൻവെർട്ടേസ് എന്ന് പറയുന്ന എൻസൈം പഞ്ചസാര ലൈനെ ഗ്ലൂക്കോസും ഫ്രക്ടോസും ആക്കി മാറ്റുന്നു. പിന്നീട് മക്കളെ വീണ്ടും എന്ത് ചെയ്തു? സൈമസ് എന്തായി മാറുന്നോടാ? ഗ്ലൂക്കോസും ഫ്രക്ടോസും അല്ലേ? സൈമസ് വീണ്ടും ഗ്ലൂക്കോസിനെ അല്ലേ? സൈമേസ് ഗ്ലൂക്കോസിനെയും ഫ്രക്ടോസിനെയും എഥനോൾ ആക്കി മാറ്റുന്നു.
ഈ രാസപ്രവർത്തനങ്ങളുടെ സമവാക്യം ഏതാണ് ചോദിച്ചിട്ടുള്ളത്. റെഡിയാണോ? ആദ്യം മക്കളെ C12H22O11 റെഡിയാണോ? എടാ ഒരു എൻസൈമുമായിട്ട് ഹൈഡ്രോളിക് ഇവിടെ വാട്ടർ ആഡ് ചെയ്യണം കേട്ടോ. സോ വാട്ടറുമായിട്ട് ഇൻവെർട്ടേസ് എൻസൈമുമായിട്ട് ഹൈഡ്രോളിസ് ചെയ്ത സമയത്ത് നമുക്ക് C6H12O6 പ്ലസ് C6H12O6 റെഡിയാണോ? ഈ വീണ്ടും കിട്ടിയ C6H12O6 ഇതിനെ പറയുന്ന പേരെന്താടാ? ഗ്ലൂക്കോസ് റെഡിയാണോ? ആ ഗ്ലൂക്കോസ് വീണ്ടും എന്ത് ചെയ്തോടാ? ഹൈഡ്രോളിസ് ചെയ്യാണ്. അതായത് H2O ആഡ് ചെയ്തിട്ട് തൈമേസ് എന്ന് പറഞ്ഞ എൻസൈമിലെ പ്രസൻസിൽ എന്താണ് വീണ്ടും ഹൈഡ്രോളിസ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടൂടാ? യെസ്, എന്ത് കിട്ടൂടാ? എത്തനോൾ കിട്ടും. റെഡിയാണോ? CH3CH2OH റെഡിയാണോ? അതെന്ത് കിട്ടുന്നടാ? എത്തനോൾ കിട്ടുന്നു. റെഡിയാണോ? പിന്നെ നമ്മൾ എന്താ വെച്ചാൽ അത് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റിയാക്ഷൻ ഏതാ ചോദിച്ചാൽ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിക്കോ പവർ ആൽക്കോൾ എന്നാൽ എന്ത്? എടാ പവർ ആൽക്കോൾ എന്ന് പറഞ്ഞാൽ എന്താ? പെട്രോളിലെ അതിലേക്ക് എന്ത് ചെയ്തോടാ? 80% ഓഫ് പെട്രോളും പിന്നെ ആൽക്കോളും അതിനെ പറയുന്ന പേരാണടാ പവർ ആൽക്കഹോൾ എന്ന് പറയും. റെഡിയാണോ? 80% ഓഫ് പെട്രോളും 20% അബ്സല്യൂട്ട് ആൽക്കഹോളിനും പറഞ്ഞ പേരാണ് മക്കളെ എന്താണ്? പവർ ആൽക്കഹോൾ എന്ന് പറയും കേട്ടോ. റെഡിയാണോ? സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മക്കളെ എന്താണ്? 16ാമത്തെ ക്വസ്റ്റ്യൻ കേട്ടോ. അലൂമിനിയത്തിലേക്ക് 16ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. Aluminum is manufactured by the electrolysis of alumina with the addition of cryolite. Why does the cryolite is added to alumina? മക്കളെ ഇതിനെ ക്രയോലൈറ്റ് ആഡ് ചെയ്യുന്നത് അല്ലെ ദ്രവണാംഗം അഥവാ മെൽറ്റിംഗ് പോയിന്റ് കുറക്കാനും ഇലക്ട്രിക്കൽ കണ്ടക്ടിവിറ്റി കൂട്ടാനുമാണ് എന്ത് ആഡ് ചെയ്യുന്നത്? ക്രയോലൈറ്റ് എന്ന് പറയണ. ക്രയോലൈറ്റ് ആരാ? ഓറാടാ? ഓറാണോ? മിനറലാണോ? ധാതുക്കളാണോ? എന്തായിരിക്കും? യെസ്, ആരായിരിക്കും? ക്രയോലൈറ്റ് എന്ന് പറഞ്ഞാൽ അലൂമിനിയത്തിന്റെ ധാതുക്കൾ അഥവാ മിനറൽസ് ആണ് കേട്ടോ. റെഡിയാണ്? നമ്മൾ പഠിച്ചിട്ടുണ്ട് അതൊക്കെ. വിച്ച് അയോൺസ് പ്രസന്റ് ഇൻ ദ അലൂമിന? എടാ അലൂമിന എന്ന് പറഞ്ഞാൽ ആരാടാ? Al2O3 അല്ലേ? അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടൂടാ? Al3+ ഓക്സിജൻ എന്താടാ? 2- കിട്ടും. റെഡിയാണോ? നെക്സ്റ്റ് റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിഡക്ഷൻ റിയാക്ഷൻ ടേക്ക് പ്ലേസ് അറ്റ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. എടാ നെഗറ്റീവ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആനോഡ് ആയിരിക്കോ കാഥോഡ് ആയിരിക്കോ? എടാ ആനോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കൂടാ? നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ? യെസ്, ആനോഡ് എന്തായിരിക്കൂടാ? പോസിറ്റീവ് ആണ്. എടാ കാഥോഡ് എന്തായിരിക്കൂടാ? കാഥോഡ് എന്തായിരിക്കൂടാ? നെഗറ്റീവ് ആണ്. കാരണം മക്കളെ ഇലക്ട്രോളിസിസ് ഓഫ് അലുമിന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മക്കളെ അവിടെ ഏത് സെല്ലായി ആക്റ്റീവോടാ? ഇലക്ട്രോളിറ്റിക് സെല്ലാണ്. എടാ ഇലക്ട്രോളിറ്റിക് സെല്ലാണ് സമയത്ത് നിങ്ങൾ മനസ്സിലാക്കണം ആനോഡ് പോസിറ്റീവ്, കാഥോഡ് എന്താ നെഗറ്റീവ്. മക്കളെ ഇവിടെ ക്വസ്റ്റ്യൻ എന്താ ചോദിച്ചിട്ടുള്ളത്? റൈറ്റ് ദ കെമിക്കൽ ഇക്വേഷൻ ഫോർ ദ റിഡക്ഷൻ റിയാക്ഷൻ ടേക്ക് പ്ലേസ് അറ്റ് ദ നെഗറ്റീവ് ഇലക്ട്രോഡ്. എടാ നെഗറ്റീവ് ഇലക്ട്രോഡ് ആരാ? കാഥോഡാണ്. കാഥോഡിൽ എന്ത് സംഭവിക്കുന്നു? റിഡക്ഷൻ സംഭവിക്കുന്നു. ആരാണ് റിഡക്ഷൻ സംഭവിക്കുന്നത്? യെസ്, 3+ അഥവാ പോസിറ്റീവ് ആയവനാണെടാ ആരുമായി അട്രാക്ട് ചെയ്യുന്നത്? കാഥോഡുമായിട്ട് അട്രാക്ട് ചെയ്തത്. അപ്പൊ അലൂമിനിയം ആരുമായിട്ടാണ് അട്രാക്ട് ചെയ്യുന്നതാ? കാഥോഡുമായിട്ടാണ് അട്രാക്ട് അഥവാ ആകർഷണം ചെയ്യുന്നത്. റെഡിയാണോ? 16ാമത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞു മക്കളെ. അയൺ ഈസ് എക്സ്ട്രാക്ട് ഫ്രം ദ ഹേമറ്റൈറ്റ് യൂസിങ് എ ബ്ലാസ്റ്റ് ഫർണസ്. വിച്ച് കോമ്പൗണ്ട് ആക്ടിങ് ആസ് എ റെഡ്യൂസിങ് ഏജന്റ്? ഏതായിരിക്കോടാ? കാർബൺ ആണോ? കാർബൺ മോണോക്സൈഡ് ആണോ? ഇലക്ട്രോളിസിസ് ആണോടാ? കാർബൺ മോണോക്സൈഡ്. റെഡിയാണോ? എടാ കാർബൺ മോണോക്സൈഡുകളാണ് എന്താടാ എന്തായി ആക്ട് ചെയ്യുന്നടാ? ഒരു അല്ലെ എന്താ ആക്ട് ചെയ്യുന്നത്? റെഡ്യൂസിങ് ഏജന്റ് ആയിട്ട് എന്ത് ചെയ്യുന്നടാ? ആക്ട് ചെയ്യുന്നത്. റെഡിയാണോ? കംപ്ലീറ്റ് ദ ഫോളോവിങ് അല്ലെ. എടാ കാൽഷ്യം കാർബണിന് ചൂട് കൊടുത്ത് നമുക്ക് എന്ത് കിട്ടൂടാ? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടും. ഈ കാൽഷ്യം ഓക്സൈഡിനെ വീണ്ടും ആരുമായി ട്രീറ്റ് ചെയ്തടാ? SiO2മായി ട്രീറ്റ് ചെയ്തു. എടാ സിലിക്കൺ ഡൈ ഓക്സൈഡുമായി ട്രീറ്റ് ചെയ്തു. അപ്പൊ നമുക്ക് എന്താ കിട്ടടാ? കാൽഷ്യം സിലിക്കേറ്റ് അഥവാ CaSiO3യുമായിട്ടാണ് കിട്ടുക. റെഡിയാണോ? ആരുമായിട്ടാണ് കിട്ടുക? കാൽഷ്യം സിലിക്കേറ്റുമായിട്ടാണ് കിട്ടുക. റെഡിയാണോ? സോ മക്കളെ വീണ്ടും നോക്കിക്കോ. കാൽഷ്യം കാർബണേറ്റ് ചൂടാക്കിയപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നടാ? കാൽഷ്യം ഓക്സൈഡും കാർബൺ ഡൈ ഓക്സൈഡും കിട്ടുന്നു. ആ കിട്ടിയ കാൽഷ്യം ഓക്സൈഡ് സിലിക്കൺ ഡയോക്സൈഡുമായി ട്രീറ്റ് സമയത്ത് നമുക്ക് ബി എന്താ കിട്ടുന്നടാ? കാൽഷ്യം സിലിക്കേറ്റ് അഥവാ CaSiO3 എന്ന് പറയും. അതിന്റെ പറയുന്ന പേരെന്താടാ? കാൽഷ്യം സിലിക്കേറ്റ്. മറന്നു പോകരുത് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ. The element belongs to group 13 and elements belongs to group 16. Write the subshell electronic configuration of A. എടാ A എന്ന് പറയുന്ന എലമെന്റ് അറ്റോമിക് നമ്പർ 13 ആണ്. സോ അതിന്റെ സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പറയും മക്കളെ. 1s2 2s2 2p6 3s2 3p1. റെഡിയാണോ? വിച്ച് ബ്ലോക്സ് ഡസ് ദീസ് ടു എലമെന്റ് ബിലോങ്സ്? എടാ രണ്ട് പേരുടെയും ബ്ലോക്ക് അറിയണമെങ്കിൽ നിങ്ങൾ എന്താ? രണ്ട് പേരുടെയും സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതണം മക്കളെ.
16 ഗ്രൂപ്പ് നമ്പർ വന്നു കഴിഞ്ഞാൽ കോൺഫിഗറേഷൻ എന്താ വരിക? 1s2 2s2 2p6 3s2 3p4 വരും. രണ്ട് ഏത് ബ്ലോക്ക് മക്കളെ? പി ബ്ലോക്ക് ആണ്. സോ ഏത് ബ്ലോക്ക് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മക്കളെ ഏതായിരിക്കടാ? രണ്ട് മൂലകങ്ങളും ഏത് ബ്ലോക്ക് എന്ന് ചോദിച്ചാൽ ഏതായിരിക്കടാ? പി ബ്ലോക്ക്. വാട്ട് ഈസ് ദ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ഓഫ് എ ഇറ്റ്സ് ക്ലോറൈഡ് കോമ്പൗണ്ട്? റെഡിയാണോ മക്കളെ? എ മക്കളെ എയുടെ ഞാൻ പറഞ്ഞു എ ഏത് ഗ്രൂപ്പാണെടാ? ഏത് ഗ്രൂപ്പ് ആയിരിക്കും പറയും? എടാ 3s2 3p1 എന്ന് പറയാം ഏത് ഗ്രൂപ്പ് ആയിരിക്കടാ? 13ാമത്തെ ഗ്രൂപ്പ് അല്ലേ? ഞാൻ നിങ്ങൾക്ക് മുമ്പ് അതായത് ഗ്യാസ് ലോസ് അല്ല പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എന്ന് പറഞ്ഞ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മളൊരു ബോക്സ് ഒക്കെ ആക്കിയിട്ട് എലമെന്റ്സിന്റെ ഓക്സിഡേഷൻ ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു മക്കളെ. 13ാമത്തെ ഗ്രൂപ്പിന്റെ ഓക്സിഡേഷൻ എപ്പോൾ എന്തിരിക്കടാ? +3 ആയിരിക്കും. എന്തായിരിക്കടാ? +3 ചെയ്ത് നോക്കണം കേട്ടോ. റെഡി ആണോ? നെക്സ്റ്റ് 18ാമത്തെ ക്വസ്റ്റ്യൻ. നല്ല ക്വസ്റ്റ്യൻ കേട്ടോ 18ാമത്തെ ക്വസ്റ്റ്യൻ ഒക്കെ. സോ ഇങ്ങൾക്കൊക്കെ എക്സാമിന് എന്താ ഇടക്കിടക്ക് ഇങ്ങനത്തെ ഒരു പാറ്റേൺ, അതായത് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് ലെവലാക്കി ക്വസ്റ്റ്യനെ എന്താക്കി മാറ്റും? കോൺസെപ്റ്റ് ആക്കി മാറ്റേണ്ടി വരും. നല്ല ക്വസ്റ്റ്യൻ നോക്കുക. 1 molecule of organic compound contain 4 carbon atom. എടാ 4 കാർബൺ ആറ്റം ഉണ്ട്. പിന്നെ എത്ര ഹൈഡ്രജൻ ആറ്റം ഉണ്ടെടാ? 10 ഹൈഡ്രജൻ ആറ്റം ഉണ്ട്. 4 കാർബൺ ഉണ്ട്, 10 ഹൈഡ്രജൻ ആയിക്കോട്ടെ, ശരിയാണ്. പിന്നെ ആൻഡ് 1 ഓക്സിജൻ, ഒരു ഓക്സിജൻ ആറ്റം ഉണ്ട് അല്ലെ? ഒരു ഓക്സിജൻ ആറ്റം ഉണ്ട്. ദ ഫങ്ഷൻ ഗ്രൂപ്പ് ഓഫ് ദിസ് കോമ്പൗണ്ട് ഈസ് ഹൈഡ്രോക്സി ഗ്രൂപ്പ്. ഹൈഡ്രോക്സി ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആരാണ്? OH ഗ്രൂപ്പ് അല്ലേ? സോ നോക്കിക്കോട്ടോ, ഇത് മലയാളത്തിലെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നോക്കിക്കോ, നല്ലതുപോലെ വൃത്തിക്ക് നോക്കട്ടോ. ഒരു ഓർഗാനിക് സംയുക്തത്തിന്റെ തന്മാത്രത്തിൽ 4 കാർബൺ ആറ്റങ്ങളും 10 ഹൈഡ്രജൻ ആറ്റങ്ങളും ഒരു ഓക്സിജൻ ആറ്റം അടങ്ങിയിരിക്കുന്നു. ഇതിലെ ഫംഗ്ഷൻ ഗ്രൂപ്പ് ഹൈഡ്രോക്സിൽ ഗ്രൂപ്പാണ് അല്ലേ? ഈ സംയുക്തത്തിന്റെ ഘടനവാക്യം പിന്നെ അതുപോലെ തന്നെ ഫംഗ്ഷൻ ഗ്രൂപ്പ് വ്യത്യാസമായിട്ട് മറ്റൊരു ഓർഗാനിക് സംയുക്ത ഘടനവാക്യം. അതായത് നമ്മൾ ആദ്യം ഈ ഘടനവാക്യം എഴുതണം, അതിനനുസരിച്ച് വേണം ഉത്തരം ഉണ്ടാക്കാം. ഞാൻ പറഞ്ഞു തരാം, നോക്കിക്കോ മക്കളെ. അപ്പോൾ C4H10 ഒക്കെ ഉണ്ട് കേട്ടോ. ഇത് നല്ലൊരു വൃത്തിയായിട്ട് പേജിൽ തന്നെ ഞാൻ കാണിച്ചു തരാം. C4H10O1 റെഡി ആണോ? ആയിക്കോട്ടെ മക്കളെ. എന്നിട്ട് ക്വസ്റ്റ്യൻ വാക്യം എന്താ പറഞ്ഞത്? റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദി കോമ്പൗണ്ട്. ഈ ഒരു C4H10O1ന്റെ ഘടനവാക്യം അഥവാ സ്ട്രക്ചറൽ ഫോർമുല എഴുതണം. റെഡി ആണോ? എന്താണ് സ്ട്രക്ചറൽ ഫോർമുല അഥവാ ഘടനവാക്യം? നോക്കിക്കോട്ടോ. എത്ര കാർബൺ വരക്കാം? 4 കാർബൺ വരച്ചോളൂ. 1 കാർബൺ 2 കാർബൺ 3 കാർബൺ 4 കാർബൺ. റെഡി ആണോ? എന്നിട്ട് ഓരോന്നിനും ഹൈഡ്രജൻ ഫില്ല് ചെയ്യുക. ഇവിടെ 3 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ 2 ഹൈഡ്രജൻ, ഇവിടെ എന്താണ് 2 ഹൈഡ്രജൻ. പിന്നെ ഇവിടെ എന്ത് കൊടുക്കുക? ഒരു ഓയിനും കൊടുക്കുക. ഈ ബാലൻസ് ഹൈഡ്രജൻ ഉണ്ടോ നോക്കുക. 3 4 5 6 7 8 9 ഒരു ഹൈഡ്രജൻ ഉണ്ടല്ലോ, അത് ഇവിടെ കൊടുക്കുക. ഇതാണ് മക്കൾ അതിന്റെ ഘടനവാക്യം അഥവാ സ്ട്രക്ചറൽ ഫോർമുല എഴുതാൻ വേണ്ടി നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എഴുതേണ്ടത്. അപ്പം നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട് നോക്കുക, എത്ര ഓക്സിജൻ ഉണ്ട് നോക്കുക. അതിനനുസരിച്ച് എന്ത് ചെയ്യുക? അതിൻ്റെ സ്ട്രക്ചറൽ ഫോർമുല എന്ത് ചെയ്യുക? എഴുതുക. റെഡിയാണോ? മനസ്സിലായോ? ആദ്യം എത്ര കാർബൺ ഉണ്ട്, എത്ര ഹൈഡ്രജൻ ഉണ്ട്, എത്ര ഓക്സിജൻ ഉണ്ട് നോക്കുക. എന്നിട്ട് അതിനനുസരിച്ച് എന്ത് ചെയ്യുക? ഫോർമാറ്റ് ചെയ്യണം. റെഡിയാണോ? സോ നെക്സ്റ്റ് ബി ക്വസ്റ്റ്യൻ എന്താ? അത് എ ക്വസ്റ്റ്യൻ ഉത്തരം കേട്ടോ മക്കളെ. ബി ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കോ, നോക്കാം. വാ ബി ക്വസ്റ്റ്യൻ ഉത്തരം നോക്കിക്കോ. Write the structural formula of the another organic compound with the same molecular formula but different function group. അതായത് ക്വസ്റ്റ്യൻ പേപ്പറിൽ പറഞ്ഞിരിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഘടനവാക്യം ഉണ്ടല്ലോ, ഇവിടെ ഏതാ ഗ്രൂപ്പ് വന്നത്? OH അഥവാ ഹൈഡ്രോക്സി ഗ്രൂപ്പ് അല്ലേ? അങ്ങനെ മക്കളെ അതിന്റെ ഫങ്ഷണൽ ഐസോമർ ഇതാണ് ചോദിച്ചിട്ടുള്ളത്. എന്താടാ? OHന്റെ ഫങ്ഷൻ ഐസോമർ ആരാ മക്കളെ? ഈതർ അഥവാ O ആണ്. എടാ ആൽഡിഹൈഡിന്റെ ഫങ്ഷൻ ഗ്രൂപ്പ് ആരാടാ? കീറ്റോൺ. എടാ കാർബോക്സിലിക് ആസിഡിന്റെ ഫങ്ഷൻ ഐസോമർ ആരാടാ? ആരായിരിക്കൂടാ? എസ്റ്റർ ആയിരിക്കും. ആരായിരിക്കൂടാ? എസ്റ്റർ. COOR എസ്റ്റർ ആയിരിക്കും. റെഡിയാണോ? സോ ഇവിടെ ആരാടാ? OH ആണ്. ഏതാണ് എടുക്കടാ? OH. OH എന്ന് പറഞ്ഞാൽ ഹൈഡ്രോക്സിൽ ഗ്രൂപ്പ് അല്ലടാ. ഹൈഡ്രോക്സിൽ ഗ്രൂപ്പിന്റെ ഫങ്ഷൻ ഐസോമർ ആരാടാ? ഈതർ അല്ലടാ. സോ നമ്മൾ എങ്ങനെ എഴുതും? CH3 വീണ്ടും ഉത്തരം കേട്ടോ. CH3O CH2 CH2 CH3. റെഡിയാണോ? സോ ഇനി സി ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ മക്കളെ. സി ക്വസ്റ്റ്യൻ നോക്കിക്കോ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് എ പൊസിഷൻ ഐസോമർ ഇത് സെയിം മോളിക്കുലാർ ഫോർമുല. മക്കളെ ഇതിന്റെ ഒന്നാമത്തെ ഓപ്ഷന്റെ അത് ഒന്നാമത്തെ ഉത്തരത്തിന്റെ ആ സ്ട്രക്ചറൽ ഫോർമുലന്റെ പൊസിഷൻ ഐസോമറാ മക്കളെ. പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞു നോക്കിക്കോ. 1 2 3 4. ഇപ്പോൾ OHന്റെ പൊസിഷൻ എത്രടാ? 1 ആണ്. പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫങ്ഷൻ ഗ്രൂപ്പിന്റെ പൊസിഷൻ മാറുന്നതിനെ
പറയുന്ന പേരാണ് എന്തടാ പൊസിഷണൽ ഐസോമർ. എടാ ഇപ്പൊ OH പൊസിഷൻ എത്രടാ 1 അല്ലേ. ഇനി പൊസിഷൻ മാറ്റി കൊടുക്കുക. മക്കൾ എന്ത് കിട്ടൂടാ CH3 CH ഞാൻ ഇവിടെ കൊടുത്തുട്ടോ. അപ്പൊ മക്കളെ OH CH2 CH3 റെഡിയാണോ. ഇതിനെ പറയുന്ന പേരാ മക്കൾ എന്തടാ പൊസിഷണൽ ഐസോമർ. റെഡിയാണോ. ഇനി ഡി ക്വസ്റ്റ്യൻ നോക്കോ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ഐസോമർ വിത്ത് സെയിം മോളിക്യുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് ആൽക്കൈൽ ഗ്രൂപ്പ് ഓൺ ബോത്ത് സൈഡ് ഓഫ് ദി ഫംഗ്ഷൻ ഗ്രൂപ്പ്. അതെന്താണ് ഇവിടെ നോക്കിക്കോട്ടോ. മലയാളം എടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കോട്ടോ. ഓക്കെ മലയാളം എടുത്ത ക്വസ്റ്റ്യൻ എന്താ നോക്കിക്കോ. ഓക്കെ ഇതേ തന്മാത്രവാക്യമുള്ളത് എന്നാൽ ഫംഗ്ഷൻ ഗ്രൂപ്പുകളുടെ ഇരുവശങ്ങളിലും വ്യത്യസ്തമായിട്ടുള്ള ആൽക്കൈൻ ഗ്രൂപ്പ് ഉള്ളതുമായിട്ടുള്ള ഐസോമറുടെ ഘടനവാക്യം എഴുതുക. എന്തില്ലട്ടോ. അതായത് ഈ കോമ്പൗണ്ടിലെ ബി കോമ്പൗണ്ട് ഇല്ലടാ. ഈ ബി കോമ്പൗണ്ടിന്റെ O ആണല്ലോ ഫംഗ്ഷൻ ഗ്രൂപ്പ്. അതിന്റെ അപ്പുറം എന്താണ് വ്യത്യസ്തമായിട്ടുള്ള ആൽക്കൈൻ ഗ്രൂപ്പാക്കി മാറ്റുക. സെയിം അല്ല വ്യത്യാസമാക്കുക. അതെന്താ ഇതേ മരിക്ക്. അതായത് ബിഹിന്റെ ഉത്തരം അതേ മരിക്ക് എന്തിട്ടെടുത്താൽ മതി. ഇത് ഇവിടെ ഇട്ടെടുത്താൽ മതി അല്ലേ. അതേ മരിക്ക് ഒരു മാറ്റം വരുത്തണ്ട. ഈ സെയിം സാധനം അതേ മരിക്ക് ഇങ്ങോട്ട് ഇട്ടോ. അല്ലെങ്കിൽ വേണ്ടി ഇങ്ങനെ ചെയ്യാം. O ആണെങ്കിൽ ഇവിടെ ഇട്ട് കൊടുക്കുക. O ഇവിടെ ഇട്ട് കൊടുക്കുക. ഇങ്ങനെ വേണമെങ്കിൽ നോക്കിക്കോളി. CH3 CH2 CH2 O CH3 ഇങ്ങനെ ഇട്ട് കൊടുക്കുക. കാരണം ഇപ്പോൾ ഓൻ്റെ അവിടെ അതിന് ഓൻ്റെ അപ്പുറം വ്യത്യസ്തമായിട്ടുള്ള ഗ്രൂപ്പ് ഉണ്ടാവണം. അതാണ് കണ്ടീഷൻ. അതാണ് ക്വസ്റ്റ്യൻ 4ാമത്തെ ക്വസ്റ്റ്യൻ പറയുന്നത്. റെഡിയാണോ. ഐഡിയ കിട്ടിയെന്ന് കരുതുന്നു കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോ അല്ലേ. 18ാമത്തെ ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോ. ദ ഹോമോലോഗസ് സീരീസ് ബിലോങ്സ് ടു വാട്ട് ഈസ് ദ നെയിം ഓഫ് ഹോമോലോഗ് പെൻഡ് 1YNE. എടാ പെൻഡ് 1YNE എന്ന് പറഞ്ഞ മക്കളോട് ആരാണ്. YNE എന്ന് പറഞ്ഞത് ട്രിപ്പിൾ ബോണ്ടാണ്. അതെന്താണ് ആൽക്കെയിൻ ആണ്. എടാ ആൽക്കെയിൻ്റെ ജനറൽ ഫോർ അല്ലേ ഏതായിരിക്കും ആൽക്കെയിൻ കേട്ടോ. ഏതായിരിക്കും ALKYNE. റെഡിയാണോ മക്കളെ. മലയാളം മീഡിയത്തിൽ എന്താ വെച്ചിരിക്കും നോക്കിയോട്ടോ അതിൻ്റെ ക്വസ്റ്റ്യൻ്റെ രീതി. ഓക്കെ ഇവ ഉൾപ്പെടുന്ന ഹോമോലോഗ സീരീസിന്റെ പേര് ഇത് ഏതാണ് എടാ YNE അല്ലെ. പെൻഡ് 1YNE എന്ന് പറഞ്ഞത് ഇരിക്കടാ ട്രിപ്പിൾ ബോണ്ട് അല്ലേ. അല്ല മക്കളെ സിംഗിൾ ബോണ്ട് ANE ഡബിൾ ബോണ്ട് ENE ട്രിപ്പിൾ ബോണ്ട് എന്താടാ YNE. അപ്പൊ മക്കൾ ഇത് എന്തായിരിക്കൂടാ YNE കാറ്റഗറി ആയിരിക്കും. എന്താടാ ആൽക്കൈൻ കാറ്റഗറി ആയിരിക്കും. ഏതായിരിക്കൂടാ ആൽക്കൈൻ കാറ്റഗറി ആയിരിക്കും മക്കളെ. അങ്ങനെയാണ് മക്കളെ. ബി ക്വസ്റ്റ്യൻ നോക്കിക്കോട്ടോടാ. ശ്രദ്ധിക്കട്ടോ. എടാ റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ദ കോമ്പൗണ്ട്. ഈ പെൻഡ് 1ന്റെ ഘടനവാക്യം അല്ലെ മലയാളം എന്ന് പറയുന്ന ഘടനവാക്യം എഴുതാം മക്കളെ. എഴുതി നിങ്ങൾ നോക്കിക്കോട്ടോ. എത്ര കാർബൺ ഉണ്ട്. 5 കാർബൺ എടുക്കുക. 1 2 3 4 5 അല്ലെ 5 കാർബൺ ഉണ്ട്. അതിൽ 1ാമത്തെ കാർബൺ മക്കളെ ട്രിപ്പിൾ ബോണ്ട്. അപ്പോൾ ഈ കാർബൺ വന്നിട്ട് എടുക്കുക ട്രിപ്പിൾ ബോണ്ട് മക്കളെ. 3 ബോണ്ട് മക്കളെ ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ട്. അവിടെ ഒരു ഹൈഡ്രജൻ മക്കളെ. ഈ കാർബൺ ചുറ്റും 4 ബോണ്ട് ഉണ്ട്. 1 2 3 4 അതിന് ബാലൻസ് കംപ്ലീറ്റ് ആ. ഇതിന്റെ അങ്ങനെയാണോ അല്ല. ഇവിടെ 2 ഹൈഡ്രജൻ ഉണ്ടാവും. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും 2. ഇവിടെ എത്ര ഹൈഡ്രജൻ ഉണ്ടാവും 3. റെഡിയാണോ. ഇത് ഘടനവാക്യം കേട്ടോ. Write the structural formula of the pairs of position with the same molecular formula. റെഡിയാണോ. എടാ ഇവിടെ ട്രിപ്പിൾ ബോണ്ടിന്റെ പൊസിഷൻ മാറ്റി കൊടുക്കുക അല്ലേ. ഇപ്പൊ മക്കളെ ഇവിടെ 1ാമത്തെ പൊസിഷനിലായിരുന്നടാ ഈ ട്രിപ്പിൾ ബോണ്ട് ഉള്ളത്. അപ്പൊ അതിന്റെ പൊസിഷൻ മാറ്റി കൊടുക്കുക. അതാണ് ഉദ്ദേശിക്കുന്നത്. റെഡിയാണോ. എന്താടാ പൊസിഷൻ. അതാണ് പൊസിഷൻ ഐസോമർ എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ് പൊസിഷൻ മാറിക്കൊണ്ട്. അതായത് ഡബിൾ ബോണ്ടിന്റെയോ ട്രിപ്പിൾ ബോണ്ടിന്റെയോ ഫംഗ്ഷൻ ഗ്രൂപ്പിന്റെയോ പൊസിഷൻ മാറ്റി കൊടുക്കുക. ബ്രാഞ്ച് പൊസിഷൻ മാറ്റി കൊടുക്കുക. അതിനെ പറയുന്ന പേരാണടാ പൊസിഷണൽ ഐസോമർ. റെഡിയാണോ. സോ അങ്ങനെ മക്കളെ ഇതൊന്നാണ് മക്കളെ. അതിന്റെ പൊസിഷൻ മാറ്റി കൊടുക്കുക. CH3 ഞാൻ ഇവിടെ കൊടുത്തിട്ടോ. CH2 3ാമത്തെ കൊടുത്തു. C ട്രിപ്പിൾ ബോണ്ട് C സിംഗിൾ ബോണ്ട് CH3. റെഡിയാണോ മക്കളെ. റൈറ്റ് ദ സ്ട്രക്ചറൽ ഫോർമുല ഓഫ് ചെയിൻ ഐസോമർ ഓഫ് ആൽക്കെയിൻ കണ്ടെയ്നിങ് 5 കാർബൺ ആറ്റം വിത്ത് 1 ബ്രാഞ്ച് ആൻഡ് വിത്ത് 2 ബ്രാഞ്ച്. പറഞ്ഞുതരാം. അതായത് 5 കാർബൺ ഉണ്ട് കേട്ടോ. ആ 5 കാർബണുള്ള ആൽക്കെയിൻ ആണ്. പക്ഷേ നമുക്ക് 2 സ്ട്രക്ചറൽ ഫോർമുല വരക്കണം. 5 കാർബണുള്ള ആൽക്കെയിൻ നമുക്ക് 2 സ്ട്രക്ചറൽ ഫോർമുല വരക്കണം. ഒന്നിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാവണം. മറ്റൊരു ചെയിനിൽ എന്തുണ്ടാവണം 2 ബ്രാഞ്ച്. മലയാളം എടുത്ത ക്വസ്റ്റ്യൻ എങ്ങനെ വന്ന് നോക്കട്ടോ. നമുക്ക് നോക്കാം. ഓക്കെ 5 കാർബൺ ആറ്റങ്ങൾ അടങ്ങിയ ഒരു ആൽക്കെയിൻ്റെ ഒരു ശാഖയുള്ളതും 2 ശാഖകളുള്ളതുമായിട്ടുള്ള ചെയിൻ ഐസോമറുള്ള ഘടനവാക്യം എഴുതുക. റെഡിയാണോ മക്കൾ. ആ ക്വസ്റ്റ്യങ്ങൾ കുറച്ചൊന്ന് അന്തം വെച്ച് നോക്കണം കേട്ടോ. എത്ര കാർബൺ ഉണ്ടാവണടാ 5 കാർബൺ ഉണ്ടാവണം. റെഡിയാണോ. ഈ 5 കാർബണുകളിൽ 5 കാർബൺ ഒക്കെ സിംഗിൾ ബോണ്ട് ഉണ്ട് കേട്ടോ. അതിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാവണം. 1 ബ്രാഞ്ച് ഉണ്ടാവണം. പിന്നെ അതുപോലെ തന്നെ എന്തുണ്ടാവണം 2 ബ്രാഞ്ച് ഉണ്ടാവണം. ഒരു സ്ട്രക്ചറൽ ഫോർമുല ഒരു ബ്രാഞ്ച് ഉണ്ടാവണം. മറ്റു സ്ട്രക്ചറൽ ഫോർമുല 2 ബ്രാഞ്ച് ഉണ്ടാവും. അപ്പോൾ ഞാൻ കാണിച്ചു കേട്ടോ. ഒന്നാമത്തെ ഇതിന് A എന്ന് പാർട്ട് ഇതിന് B പാർട്ട് നോക്കുക. അപ്പോൾ A പാർട്ടിൽ നമ്മൾ എഴുതിയ സമയത്ത് നോക്കോ CH3 CH ഇവിടെ ബ്രാഞ്ച് CH3
CH2 CH3. റെഡിയാണോ? ആലോചിച്ച് കിട്ടോ. ഇപ്പം എത്ര കാർബൺ ഉണ്ട്? 1 2 3 4 5. 5 കാർബൺ ഉണ്ട്. അതിലെന്ത് വന്നു? ഒരു ശാഖ വന്നു. റെഡിയാണോ? അത് കഴിഞ്ഞു, അടക്കട്ടെ. ഇനി മക്കളെ ബി പാർട്ട് നമ്മൾ എങ്ങനെ എഴുതാ? CH3 C മേലെ CH3 വന്നു, CH സിംഗിൾ ബോണ്ട് CH3. റെഡിയാണോ? നിങ്ങൾ ആലോചിച്ച് കിട്ടോ. ഇത് ഇങ്ങനെ എഴുതി കഴിഞ്ഞാൽ ഒന്ന് അയച്ചു നോക്ക്. ഇവിടെ 2 കാർബണാണ് വ്യത്യസ്ത കാർബൺ. ക്വസ്റ്റ്യൻ നോക്കണം കേട്ടോ. നോക്കിക്കോ. Write the structure of chain isomer of alkene containing 5 atoms with 1 branch and with 2 branch. പറയുന്നില്ല കേട്ടോ. ക്വസ്റ്റ്യൻ പേപ്പറിൽ പറയുന്നില്ല ഒരു കാർബണത്തിൻ്റെ 2 ബ്രാഞ്ച് ആണോ ഇനി വേറെ കാർബണിൽ ഓരോ ബ്രാഞ്ച് കിട്ടണോ അത് പറഞ്ഞില്ല. അപ്പം നമുക്ക് എന്ത് ചെയ്യാം? ഒന്നിൽ ഇങ്ങനെ വരക്കാം. അത് നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും. റെഡിയാണോ? ക്വസ്റ്റ്യൻ പേപ്പറിൽ കറക്റ്റ് പറഞ്ഞു തന്നിട്ടില്ല നമ്മളോട് ഒരു കാർബൺ വേണോ ബ്രാഞ്ച് വരേണ്ടത്, ഒരു കാർബണത്തിനാണ് 2 ബ്രാഞ്ച് ഏതോ ഓരോ വ്യത്യസ്തമായിട്ടുള്ള കാർബണിലാണോ എന്ന് പറഞ്ഞില്ല. ജസ്റ്റ് ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് ഒരു ബ്രാഞ്ചും 2 ബ്രാഞ്ച് ഉള്ളതാക്കി എഴുതാനെന്ന് പറഞ്ഞിട്ടുള്ളൂ. അപ്പം നമുക്ക് വേണമെങ്കിൽ ഇങ്ങനെ എഴുതാം. CH3 ഇവിടെ ഒരു CH3 കൊടുക്കുക, മേലൊരു CH3 കൊടുക്കുക. റെഡിയാണോ? അപ്പോൾ 1 2 3 4 1 2 3 4 ഇവിടെ എന്ത് കിട്ടൂടാ? 5. ഓക്കെ അല്ലേടാ? ഓക്കെ അല്ലേ? 1 2 3 4 5 5 കാർബണേറ്റ് ഉണ്ട്. റെഡിയാണോ? ഇതാണ് മക്കളെ നമുക്ക് എന്ത് ചെയ്യുന്നതാ 18ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് മുമ്പിൽ പറഞ്ഞു തരുന്നത് കേട്ടോ. സോ 18 ക്വസ്റ്റ്യൻ വരെയുള്ള നമുക്കുള്ളത് 40 മാർക്കിനടാ 18 ക്വസ്റ്റ്യൻ. അതിൽ മക്കളെ 4 മാർക്കിൻ്റെ ക്വസ്റ്റ്യനാണ് ഇമ്പോർട്ടൻ്റ്. ഇതിൽ ഡിസ്കസ് സമയത്ത് ഏറ്റവും ബുദ്ധിമുട്ടായിട്ടുള്ള ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർഗാനിക്കാണ്. ഓർഗാനിക്കിലെ ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത് 4 മാർക്ക് ഉദ്ദേശിക്കുക. അപ്പം ഈ 4 മാർക്കുള്ള ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് തന്നെ എന്ത് ചെയ്യുക? മാക്സിമം ചെയ്ത് തീർക്കുക. എനിക്ക് തോന്നുന്നതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ മാർക്ക് ചെയ്ത് തരാം. അതേ മോഡൽ പാറ്റേൺ മാർക്ക് ചെയ്താൽ ഒന്ന് നമ്മൾ ഈ 18ാമത്തെ ക്വസ്റ്റ്യൻ ആണ്. പിന്നെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ ആടാ. ക്വസ്റ്റ്യൻ നമ്പർ 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ എയും 8ാമത്തെ ക്വസ്റ്റ്യൻ്റെ ബി ക്വസ്റ്റ്യൻ കേട്ടോ. എ ക്വസ്റ്റ്യൻ അല്ല, 8ാമത്തിൻ്റെ ബി ക്വസ്റ്റ്യനും പിന്നെ അതുപോലെ തന്നെ 5 ലിറ്ററോ 10 ലിറ്ററിന് മോൾ കോൺസെപ്റ്റിൻ്റെ ക്വസ്റ്റ്യൻ ഇടാം. 14ാമത്തെ ബി ക്വസ്റ്റ്യൻ. ഓക്കെ, 14ാമത്തെ ബി ക്വസ്റ്റ്യനും 8ാമത്തെ ബി ക്വസ്റ്റ്യനും പിന്നെ അതുപോലെ തന്നെ 18ാമത്തെ ക്വസ്റ്റ്യനും അല്ലേ. ഇത്രയും ക്വസ്റ്റ്യൻസ് എന്താ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ നോക്കണം. നമ്മൾ വീണ്ടും എന്ത് ചെയ്യും? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് എന്ത് ചെയ്യൂടാ? വീണ്ടും ഡിസ്കസ് ചെയ്യും. ഓക്കെ അല്ലേ? സോ അതുവരെ താങ്ക് യു.